കേട്ട് എനിക്ക് അല്ല ഇത് 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 മറ്റേ വെൽക്കം ചെയ്തിട്ട് പൊക്കോളൂ, കുഴപ്പമില്ല. മറ്റേ പറയുന്നുണ്ട്. ആ ശരി ശരി. ലൈവ് തുടങ്ങാറായി അല്ലേ? തുടങ്ങി ലൈവിലാണ് ഇപ്പം. ലൈവാ ഇപ്പം. അപ്പം ചിത്രജി തുടങ്ങിക്കോളൂ. ഞാൻ ലൈവിലാണോ? ലൈവാ നമ്മള്. അതെയോ? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വൈകിട്ട് 7:30 ആർഷവിദ്യാ സമാജം പബ്ലിക് ഗ്രൂപ്പിലൂടെ നമ്മളോട് സംസാരിക്കുവാനായി എത്തുന്നത് ശ്രീ ഷാബു പ്രസാദ് ജിയാണ്. അദ്ദേഹം ഇതിനു മുമ്പും ആർഷവിദ്യാ സമാജം പബ്ലിക് ഗ്രൂപ്പിലൂടെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നിറഞ്ഞ സ്നേഹത്തോടുകൂടി ആർഷവിദ്യാ സമാജം പബ്ലിക് ഗ്രൂപ്പിലേക്ക് നമ്മളോട് സംസാരിക്കുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുവാനാണെങ്കിൽ അദ്ദേഹം ഋതം ഡിജിറ്റൽ മീഡിയയുടെ എഡിറ്ററാണ്. കുരുക്ഷേത്ര പ്രകാശൻ മുൻ ജനറൽ മാനേജർ കൂടിയാണ് അദ്ദേഹം. എഴുത്തുകാരനാണ്. ഗാന്ധിവധം അവഗണിക്കപ്പെട്ട നാൾവഴികൾ, അതുപോലെ തന്നെ ഇസ്രയേൽ അതിജീവനത്തിന്റെ അഗ്നിനാളങ്ങൾ എന്നിവയാണ് പ്രധാന കൃതികൾ. സോഷ്യൽ മീഡിയയിലും ആനുകാലികങ്ങളിലും ധാരാളം എഴുതുന്ന ആളാണ് ഷാബു പ്രസാദ് ജി. ഇപ്പോൾ വേദ ബുക്സിന്റെ മേധാവി കൂടിയാണ് ശ്രീ ഷാബു പ്രസാദ് ജി. അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടുകൂടി ആർഷവിദ്യാ സമാജം പബ്ലിക് ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം നമ്മളോടുകൂടി ചേരുന്നത് ഗുജറാത്ത് കേന്ദ്രീകരിച്ച് ആർഷവിദ്യാ സമാജത്തിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ശ്രീ രാഹുൽ ജിയാണ്. അദ്ദേഹം അവിടെ അധ്യാപകനായി ജോലി ചെയ്യുന്നു. കുടുംബസമേതം ഗുജറാത്തിൽ തന്നെ സെറ്റിൽഡ് ആണ് ശ്രീ രാഹുൽ ജി. അദ്ദേഹത്തെയും ആർഷവിദ്യാ സമാജം പബ്ലിക് ഗ്രൂപ്പിലേക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം കാണാനായി എത്തിയിട്ടുള്ള എല്ലാവരെയും ആർഷവിദ്യാ സമാജം പബ്ലിക് ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏവർക്കും സ്വാഗതം. വളരെ നന്ദി ചിത്രാജി. നമസ്തേ. ഓക്കെ, നമസ്തേ. ഇപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം ഇൻട്രോഡക്ഷൻ കഴിഞ്ഞു. ഒരു രാജ്യം 1948 ജനനം ചെയ്യുന്നത്. 2000 വർഷമായിട്ട് ജൂതർ തൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്ന അവരുടെ ഒരു മതരാജ്യം, മാതൃരാജ്യം അല്ലെ പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറയുന്നു. നമ്മുടെ രാജ്യത്തോടൊപ്പം തന്നെ 1 വർഷം കഴിഞ്ഞാണ് ഈ രാജ്യം നിലവിൽ വരുന്നത്, സൃഷ്ടിയിൽ വരുന്നത്. 72 വർഷം കഴിഞ്ഞു. ഇവിടെ 2 കമ്പാരിസണാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു മതവിഭാഗക്കാര്, 2 മതവിഭാഗക്കാരും ഒരേപോലെ മതവിവേചനം നേരിട്ടവരാണ്. ഒരു വ്യക്തികള് 2000 വർഷം റോമാ സാമ്രാജ്യത്തിന്റെയും ഹിറ്റ്ലറിന്റെ നാസി പട്ടാളത്തിന്റെ കീഴിലും എല്ലാം നിരന്തരം വിവേചനവും കൊലയും മരണത്തിനും എല്ലാത്തിനും പീഡനത്തിനും അധീനമായവരായിരുന്നു. മറ്റൊരു വിഭാഗം 700 വർഷത്തെ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലും 150 വർഷം ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലും ഇതേപോലെ തന്നെ വിവേചനം നേരിട്ടവരായിരുന്നു. പക്ഷേ മറ്റൊരു നേരത്തെ പറഞ്ഞ സമുദായം തൻ്റെ മതത്തില്, തൻ്റെ ഉറച്ച ലക്ഷ്യബോധത്തിൽ നിലനിന്നുകൊണ്ട് അവരുടെ ഒരു കൾച്ചറൽ ഐഡന്റിറ്റി അവരുടെ രാജ്യത്തായി സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു. തുടക്കം മുതലേ ഈ രാജ്യം നിലവിൽ വന്നതിന് ശേഷം 5 തവണ അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നിരുന്നത്. എങ്കിലും ചുറ്റുമുള്ള ശക്തിശാലിയായ മഹാബലിയായ രാജ്യങ്ങൾ ഉണ്ടായിട്ട് പോലും അവർക്കാർക്കും ഈ രാജ്യത്തെയും ഈ ജനതയും അവരുടെ ഇച്ഛാശക്തിയും തകർക്കാൻ കഴിഞ്ഞില്ല. മറു സൈഡിൽ നമ്മൾ കഴിഞ്ഞ 70 വർഷമായി നിരന്തരം 2 സൈഡിൽ നിന്ന്, ഒന്ന് ചൈനയും പാകിസ്ഥാനിൽ നിന്നും നിരന്തരം നമ്മൾ തോൽവിയും ഇതും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2014 ശേഷമാണ് ഇന്ത്യ ആദ്യമായിട്ട് ശക്തമായി തിരിച്ചടിക്കുന്നത്. ഊറിയിൽ കൊല്ലപ്പെട്ട, നമ്മുടെ വധിക്കപ്പെട്ട സൈന്യത്തിനും അവരുടെ ബലിദാനത്തിന് പ്രതികാരം ചെയ്തുകൊണ്ട് ആദ്യമായി ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത്. അതിനുശേഷം നമ്മുടെ CRPF ജവാന്മാരുടെ വീരമൃത്യുക്ക് പ്രതികാരമായിട്ട് നമ്മൾ ബാലാക്കോട്ട് എയർ സ്ട്രൈക്സ് നടത്തുന്നു. പക്ഷേ 70 വർഷം എടുത്തു ഭാരതത്തിന്. കാരണം നമുക്കൊരു ഇച്ഛാശക്തി, ഇപ്പം നിലവിലുള്ള കൂട്ടുള്ള ഒരു ഇച്ഛാശക്തിയുള്ള അല്ലെ പൊളിറ്റിക്കൽ വില്ലിങ്നെസ് ഉള്ള ഒരു പ്രധാനമന്ത്രി നമുക്ക് ലഭിച്ചിരുന്നില്ല ഇതുവരെ. മറു സൈഡില് അവരന്ന് മുതലേ ഉറച്ചു, ഞങ്ങളുടെ ശത്രുക്കളെ സുഖനിദ്രയിൽ ഉറക്കില്ല, ഞങ്ങളെ ചൊറിഞ്ഞാൽ ഞങ്ങൾ മാന്തു എന്നുള്ള ഒരു നിലപാടിലായിരുന്നു അവര്. അതിനാൽ ഇന്ന് നമ്മൾ കാഴ്ചവെക്കാൻ പോകുന്ന ഒരു കമ്പാരിറ്റീവ് സ്റ്റഡീസും
അതേപോലെ തന്നെ ഇസ്രയേൽ എന്താണ് അവർ നമുക്ക് നൽകുന്ന പാഠങ്ങൾ, നമ്മൾ എന്തെല്ലാം അവരിൽ നിന്ന് അറിയാനുണ്ട്. ഇസ്രയേലിൽ നിന്ന് മാത്രമല്ല, ഹിന്ദുക്കൾ, ഹൈന്ദവ സമൂഹം, ജൂതരിന്ന്, യഹൂദന്മാരിന്ന് പഠിക്കേണ്ട ചില പാഠങ്ങൾ, അതാണ് ശ്രീ ഷാബു പ്രസാദ് ജി നമ്മളോടൊപ്പം പങ്കുവെക്കാൻ പോകുന്നത്. ഷാബു പ്രസാദ് ജി, എന്താണ് ഇസ്രയേൽ ശക്തിശാലിയാവാനുള്ള കാരണം? അവരുടെ ഉറച്ച മതവിശ്വാസം, അവരുടെ അവരുടെ മണ്ണിനോടുള്ള സ്നേഹം, അതാണോ? എന്താണ് താങ്കളുടെ റിസർച്ചിൽ താങ്കൾക്ക് കാണാൻ കഴിഞ്ഞത്? അതായത് ഞാനിവിടെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ അവരുടെ ചരിത്രം ലഘുവായി ഒന്ന് പറയാം. രാഹുൽജി, നമ്മൾ ഉദ്ദേശിക്കുന്ന അങ്ങനെയല്ലേ? ഇതിന് ശേഷമല്ലേ ഇന്ററാക്ഷൻ? അതിന് ശേഷമുള്ളൂ Q&A സെഷൻ. ഇത് തുടങ്ങിക്കോളൂ. അതിനുശേഷം ഞാൻ ഇടയ്ക്ക് ഓരോ ചോദ്യം ചോദിക്കാം. അതനുസരിച്ച് നമുക്ക് ഇടയ്ക്ക് ഓരോ ക്വസ്റ്റ്യൻസ്, ചിലപ്പം പ്രേക്ഷകർ ഓരോ ചോദ്യം ചോദിക്കും, അത് ഞാൻ ഇവിടെ ഫ്ലാഷ് ചെയ്ത് കാണിക്കാം. അത് നമുക്ക് ഒരു ഇന്ററാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള. ആയിക്കോട്ടെ. അപ്പം ഇസ്രായേൽ എന്ന് പറഞ്ഞ ഇസ്രായേൽ അല്ലെങ്കിൽ ആ ജൂത ജനതയുടെ ഒരു ലഘു ചരിത്രം ലഘുവായിട്ട് ഞാനൊന്ന് വിവരിക്കാം. അതായത് ഏകദേശം 2500-ലധികം വർഷം പഴക്കമുള്ള ചരിത്രമാണ്, 3000 വർഷത്തോളം ഉള്ളതാണ്. അതൊരു ചെറുതായിട്ട് ഞാനൊന്ന് വിവരിക്കാം. അത് വിവരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഞാൻ പറയാതെ തന്നെ എന്തുകൊണ്ട് ഇസ്രായേൽ ഇന്ന് ലോകത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇസ്രായേലിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഏകദേശം പഴയ ബൈബിളിലെ പഴയ നിയമമുണ്ട്, ഓൾഡ് ടെസ്റ്റ്മെന്റ്, അതിന്റെ കാലത്തോളം ഉണ്ട് ശരിക്കും ജൂത ജനതയുടെ ചരിത്രം എന്ന് പറയും. അതൊക്കെ കുറെ ഉണ്ട്, മോസസിന്റെ ഒക്കെ കഥകളുണ്ട്, അതൊക്കെ അങ്ങ് പോയിക്കോട്ടെ. ഏകദേശം ദാവീദ് രാജാവിന്റെ കാലത്താണ്, ദാവീദ് സോളമൻ ഇങ്ങനെയുള്ള 2 രാജാക്കന്മാരുടെ ചക്രവർത്തിമാരുടെ കാലത്താണ് പഴയ കാലത്ത് ഇസ്രായേൽ അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി നിലനിന്നിരുന്നത്. അന്നാണ് 7 കടലും കടന്ന് അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്താൻ തുടങ്ങിയത്. ഭാരതത്തിലും കേരളത്തിലും അവർ കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നത് ആ കാലഘട്ടത്തിലാണ് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടു. അതായത് ക്രിസ്തു ജനിക്കുന്നതിനൊക്കെ വളരെ മുമ്പാണ്. അതിനുശേഷം ഈ രാജാക്കന്മാരുടെ കാലം, അതായത് നമ്മുടെ നാട്ടിലെ പറയാം അശോകന്റെയും ചന്ദ്രഗുപ്ത മൗര്യന്റെയും ഒക്കെ ഏകദേശം കാലഘട്ടത്തിനോട് അടുത്ത് നിൽക്കും. അത്രയും വരില്ല, അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഏകദേശം. അതാണ് അത് ക്രിസ്തുവിന് മുമ്പുള്ള ആ ഒരു കാലമാണ്, സുവർണകാലം. ഇവിടെ അശോകന്റെ കാലവും അവിടെ ഈ ദാവീദ്, ഈ സോളമൻ രാജാവിന്റെ കാലവും ഏകദേശം ഒരുപോലെയാണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭാരതത്തിന്റെ സുവർണ കാലഘട്ടങ്ങളിൽ ഉള്ള ചില ചക്രവർത്തിമാരുടെ കാലഘട്ടം. ചന്ദ്രഗുപ്തൻ, സമുദ്രഗുപ്തൻ, അശോകൻ, അങ്ങനെയുള്ള ഒരുപാട് പേരുടെ കാര്യം. അതുപോലെയുള്ള അവരുടെ ജൂത ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട 2 രാജാക്കന്മാരാണ് ദാവീദും സോളമനും. അപ്പോ അതിനുശേഷം ഏതാണ്ട് ക്രിസ്തുവിന്റെ ജനനവും ക്രിസ്തുവിന്റെ വിചാരണ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാകുകയും ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തതും ക്രിസ്തുവിന്റെ ക്രൂസിഫിക്കേഷന് കാരണമായതും ഈ ക്രിസ്തു ജൂ ആണ് കേട്ടോ, ജൂതനായിട്ടാണ് ജനിക്കുന്നത്. അത് ഈ ജൂത സമൂഹത്തിലെ തന്നെ ചില പ്രമാണിമാരുടെ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അതിന്റെ ഫലമായിട്ടാണ് ഏകദേശം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത് പിന്നീടുണ്ടായ കത്തോലിക്ക സഭ വളരെ ക്രിസ്തുവിന് ശേഷം ശക്തി പ്രാപിച്ചു വരികയും അടുത്തൊരു 100 വർഷം കൊണ്ട് തന്നെ ക്രൈസ്തവ സഭകൾ ശക്തി പ്രാപിച്ചപ്പോൾ ഈ ക്രൈസ്തവ സഭയായിരുന്നു ഈ ജൂത ജനതയുടെ ആദ്യത്തെ ശത്രുക്കൾ. അവരെ അവിടെ നിന്ന്, അവരുടെ ജന്മദേശത്ത് നിന്ന് ആദ്യം നിഷ്കാസനം ചെയ്തത് ക്രൈസ്തവ കത്തോലിക്ക സഭകളാണ്. ഇന്ന് ഈ ഇസ്രായേലിനെ പറ്റി ഏറ്റവും അധികം രോമാഞ്ചം കൊണ്ട് നടക്കുന്നത് നമ്മുടെ കേരളത്തിലെയും ഭാരതത്തിലെയും ക്രൈസ്തവ സഭകളാണ്. കാര്യം ക്രിസ്തു ജനിച്ച സ്ഥലം, ക്രിസ്തുവിന്റെ ആ പാരമ്പര്യം പറഞ്ഞു അവരെന്നും ചരിത്രത്തെ തട്ടിയെടുക്കാൻ വളരെ വളരെ സമർത്ഥരാണ്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം എന്താന്ന് വെച്ചാൽ
ഈ ജൂത ജനതയെ ഏറ്റവും അധികം ദ്രോഹിച്ചിട്ടുള്ളത് ഈ ക്രൈസ്തവ സഭകൾ തന്നെയാണ്. അവരെ വേട്ടയാടിയിട്ടുള്ളത്, അവരെ അവരുടെ ജന്മദേശത്ത് നിന്ന് നിഷ്കാസനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഹിന്ദു ആചാരങ്ങൾ പോലെ തന്നെ ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് ഈ ജ്യൂസ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ആരാധനാലയങ്ങളാണ് അവർക്കുള്ളത്. ഒന്ന് ക്ഷേത്രം, രണ്ട് സിനഗോഗുകൾ. അത് ആരാധനയ്ക്ക് മാത്രമുള്ളതാണ്. അങ്ങനെ സോളമൻ രാജാവ് പണി കഴിപ്പിച്ച രണ്ടാം ക്ഷേത്രം തച്ച് തകർത്ത് ഒരു പൊടി പോലും, അതിന്റെ ഒരു പടിഞ്ഞാറേ മതില് മാത്രമാണ് അവശേഷിച്ചത്. അവരെ പൂർണ്ണമായിട്ടും അവരുടെ ജന്മദേശത്ത് നിന്ന് കുടിയിറക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അവർ ആരോരുമില്ലാതെ ഉള്ള ജീവൻ പ്രാണൻ കയ്യിലെടുത്തുകൊണ്ട് അവർ ലോകം മുഴുവനും പാഞ്ഞു നടന്നു. ആ ഒരു വലിയ വിഭാഗം ഭാരതത്തിലും എത്തി, ഗോവയിലെത്തി, കൊച്ചിയിലെത്തി, പറവൂരെത്തി, ചെന്നൈയിൽ, മദ്രാസിലെത്തി. അങ്ങനെ പല ഭാരതത്തിലെത്തിയ പോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ എല്ലായിടവും എത്തി. പക്ഷെ ഈ ചെന്നിടത്തെല്ലാം ക്രിസ്ത്യൻ സഭകൾ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ഇവർ ക്രൂരമായി തന്നെ വേട്ടയാടപ്പെടുകയും എക്സെപ്റ്റ് ഭാരതത്തിൽ വെച്ച്. അങ്ങനെ കാലങ്ങൾ കുറെ അങ്ങോട്ട് കഴിഞ്ഞു. ഒരു 10,500 വർഷം അങ്ങോട്ട് പോയി. ഈ 1500 വർഷങ്ങൾക്കിടയിൽ ഈ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ജൂത ക്രൈസ്തവ മതങ്ങൾക്ക് പുറമെ മറ്റൊരു അബ്രഹാമിക് മതം, ഇവരെല്ലാം അബ്രഹാം എന്ന ഒരൊറ്റ പിതാവിൽ നിന്നുണ്ടായവരാണ്. മറ്റൊരു അബ്രഹാമിക്, കാര്യം ഇവരുടെ എല്ലാവരുടെയും പൊതുപിതാവ് എന്ന് പറയുന്നത് ആദവും ഹവ്വയുമാണ്. അങ്ങനെ മറ്റൊരു അബ്രഹാമിക് മതം കൂടെ ലോകത്ത് ഉടലെടുത്തു, ഇസ്ലാം. ആ ഇസ്ലാം ക്രിസ്തു മതങ്ങൾ തമ്മിലുള്ള ഭീകരമായ ഒരു സംഘട്ടനത്തിന്റെ ഏകദേശം 1000 വർഷങ്ങളായിരുന്നു പിന്നീട് യൂറോപ്പ്. നാം ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടാകും കുരിശ് യുദ്ധങ്ങൾ എന്ന്. ക്രൂസേഡ്സ്, കുരിശ് യുദ്ധങ്ങൾ. ആ കുരിശ് യുദ്ധങ്ങളുടെ ഒരു സഹസ്രാബ്ദ കാലം യൂറോപ്പിനെ പറ്റി പറയുന്നത് ഇരുണ്ട യുഗം എന്നാണ്. നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടാവും. നോക്കുക, ഈ 1000 വർഷം, അതായത് ഏകദേശം 1500 വരെ ഉള്ള കാലഘട്ടത്തിൽ ഈ യൂറോപ്പ് ലോകത്തിന് നൽകിയ എന്ത് സംഭാവന? ഒന്നുമില്ല. യുദ്ധം, ചോരച്ചൊരിച്ചിൽ, കയ്യേറ്റം, കൊല, ചോരപ്പുഴകൾ, ഇത് മാത്രമാണ് യൂറോപ്പിൽ സംഭവിച്ചിട്ടുള്ളത്. ഇതിന്റെ ഇടയ്ക്കും കിടന്ന് ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ പറയാതെ പറ്റില്ല. ആ കാലഘട്ടത്തിൽ കുരിശ് യുദ്ധങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഭാരതം മാറ്റി നിർത്തുക, മറ്റുള്ള രാജ്യങ്ങളിൽ വെച്ച് ഈ ജൂതർ ഒരുമാതിരിപ്പെട്ട സമാധാനത്തോടുകൂടി കഴിഞ്ഞിരുന്നത് ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ തന്നെയായിരുന്നു. ക്രിസ്ത്യൻ സഭകൾ അവരെ ദ്രോഹിച്ച പോലെ വേറെ ആരും അവരെ ദ്രോഹിച്ചിട്ടില്ല. അതിന്റെ ഒരു ബാക്കി പത്രമാണ് പിന്നീട് ഹോളോകോസ്റ്റിലൊക്കെ കണ്ടത്. അപ്പം ഈ ഒരു 1500 ശേഷം, 1500-1600 ശേഷം യൂറോപ്പിൽ വലിയ നവോത്ഥാനം വന്നു. ഷെല്ലിയും കീറ്റ്സും അവരൊക്കെ, ഷേക്സ്പിയറും ഒക്കെ സാഹിത്യത്തിലും ആവിയന്ത്രം കണ്ടുപിടിച്ചതോടെ, ജെയിംസ് വാട്ട് ആവിയന്ത്രം കണ്ടുപിടിച്ചതോടെ വ്യാവസായിക മേഖലയിലും ഐസക് ന്യൂട്ടനും ഗലീലിയോയും ബ്രൂണോയും ഒക്കെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലും ശാസ്ത്രരംഗത്തും ഒക്കെ വലിയ ഒരു കുതിച്ചുചാട്ടമാണ് പിന്നീട് ഒരു 1500-1600 ശേഷം യൂറോപ്പിൽ ഉണ്ടാകുന്നത്. അത് വലിയൊരു വിപ്ലവം തന്നെയാണ്. വ്യാവസായിക വിപ്ലവം, വ്യാവസായികമായും സാംസ്കാരികമായും എല്ലാം. സ്വാഭാവികമായി ഈ ജൂത ജനതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ അവരുടെ തനിമ കാത്തു സൂക്ഷിക്കുന്നതിനോടൊപ്പം ഏതൊരു സൊസൈറ്റിയായിട്ടും, അവർ ചെന്ന് ചേരുന്ന ഏതൊരു സൊസൈറ്റിയായിട്ടും അവർ പെട്ടെന്ന് ഇഴുകിച്ചേരും. ലോകത്ത് നടക്കുന്ന എന്തു മാറ്റങ്ങളും അവർ വളരെ അതിവേഗം അത് ഉൾക്കൊള്ളും. ആ ഉൾക്കൊണ്ട് പുതിയ കാഴ്ചപ്പാടുകളുമായിട്ട് വീണ്ടും അവർ മുമ്പോട്ട് പോകും. വല്ലാത്തൊരു ശക്തിയുള്ളൊരു ഒരു രക്തഘടന തന്നെ അവർക്കുണ്ട്. അങ്ങനെ സ്വാഭാവികമായി ഇവരും ഈ
ശാസ്ത്ര സാങ്കേതിക വിപ്ലവത്തിലേക്ക് ഈ ജൂതരും എടുത്തു ചാടി. വളരെ വലിയ മാറ്റമാണ് പിന്നീട് അങ്ങോട്ടുണ്ടായി ഇവരുടെ ഇതിൽ ഉണ്ടായത്. പിന്നെ വേറൊന്ന്, സ്വന്തം ഭൂമിയോ സ്വന്തമായി ഭൂമി നഷ്ടപ്പെട്ടു, ഒന്നുമില്ല അവർക്ക് സ്വന്തമായിട്ട്. പക്ഷേ ഈ 1-2 വർഷമൊന്നുമല്ല, 1500-2000 കൊല്ലമൊക്കെ സ്വന്തം തനിമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു ജനതയ്ക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നുള്ളത് ഇന്നും എന്നും നരവംശ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലുള്ള ഒരു വലിയ അത്ഭുതമാണ്. അതും വളരെ ചെറിയ ജനസംഖ്യയുള്ളൂ, വളരെ ചെറിയൊരു വിഭാഗം. കേരളത്തിന്റെ പകുതി വലിപ്പം, കേരളത്തിന്റെ പകുതി വലിപ്പമേ ഇസ്രായേലിനുള്ളൂ. ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ ജനസംഖ്യ 1 കോടിയിൽ താഴെയാണ്. 1 കോടിയിൽ താഴെ. ആലോചിച്ച് നോക്കണം, അത്രമാത്രം ചെറിയ ഒരു ജനവിഭാഗമാണ് ഈ ജ്യൂസ് എന്ന് പറയുന്നത്. അവർ അതിജീവിച്ചു വന്ന വെല്ലുവിളികളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അത് അതിഭീകരവുമാണ്. അത് അവരുടെ മനസ്സിലെ ഒരുതരം വല്ലാത്ത ഒരു ആത്മീയമായ ഒരു അഭിനിവേശമുണ്ട് അവരുടെ സംസ്കാരത്തോടും അവരുടെ പിതൃഭൂമിയോടും. അതിനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത, ഒരിക്കലും ഇനി തിരിച്ചു വരാത്ത ആ ഒരു മാതൃദേശം എന്ന ഒരു സങ്കല്പം ഇവരുടെ മനസ്സിലുണ്ട്. ആ സങ്കല്പത്തിനോടുള്ള അഭിനിവേശം അതൊരു സംസ്കാരമായും പിന്നെ അതൊരു ആത്മീയ ശക്തിയായും മാറി എന്നൊക്കെയാണ് ഗവേഷണ ഫലങ്ങൾ പറയുന്നത്. കാര്യം അത് നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പ്രയാസമാണത്. ഏതോ ഭാഗത്ത് ഇല്ലാത്ത, ഒരിക്കലും തിരിച്ചു വരാത്ത, ഇല്ലാത്ത, പൂർണ്ണമായും ഇല്ലാത്ത ഒരു മാതൃദേശം. ആ മാതൃദേശത്തെ മനസ്സിൽ ധ്യാനിച്ച് ആവാഹിച്ച് തപസ് ചെയ്ത് മുമ്പോട്ട് നീങ്ങുക. അങ്ങനെയാണ്, ആ തപശക്തിയിൽ കൂടെയാണ് സത്യം പറഞ്ഞാൽ ഈ സഹസ്രാബ്ദങ്ങൾ ജൂതജനത താണ്ടിയത്. അത് താണ്ടാൻ അവർക്ക് കരുത്ത് കിട്ടിയത് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. കാര്യം അല്ലെങ്കിൽ സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അത്ര എളുപ്പമുള്ള കാര്യം. വലിയ വലിയ ജനവിഭാഗങ്ങൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി പോയിട്ടുണ്ട്. പക്ഷെ ഇവർ അങ്ങനെ നിലനിന്നു. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ ഇവിടെ കൊച്ചിയിലൊക്കെ ഉണ്ടായിരുന്ന ജൂതർ എല്ലായിടും ഉണ്ടായിരുന്നു. ഇവർ ഒരു പിടി മണ്ണ് ഇവരുടെ കയ്യിലുണ്ടാവും. ഈ മണ്ണ് ഇവരുടെ മാതൃദേശത്തെ മണ്ണാണെന്നാണ് ഇവരുടെ സങ്കല്പം. ഇനി ആണോ അല്ലയോ അതൊന്നും നമുക്കറിയില്ല. അങ്ങനെ അവരെ സങ്കല്പിക്കുന്നു. എല്ലാ ജൂത കുടുംബത്തിലും അതുണ്ടാവും. ഇത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവർ ഒരു തുണിയിൽ ഒരു തരി ഈ മണ്ണിട്ടിട്ട് ആ തുണിയിലാണ് ഈ കുഞ്ഞിനെ കിടത്തുന്നത്. അപ്പൊ അവരുടെ സങ്കല്പം എന്താന്ന് വെച്ചാൽ ഈ കുഞ്ഞ് ജനിച്ചു വീണത് അവരുടെ മാതൃഭൂമിയിലാണ്. അതുപോലെ ഒരു മൃതദേഹം അടക്കം ചെയ്യുമ്പോൾ ആ കുഴിയിൽ അവർ ഒരു അരത്തരി മണ്ണ്. അവിടെ സങ്കല്പം എന്താണ്? അവർ അടക്കം ചെയ്യപ്പെടുന്നത് അവരുടെ മാതൃഭൂമിയിലാണ്. ഇപ്പോൾ നമ്മൾ ബലിതർപ്പണങ്ങൾ ചെയ്യുമ്പോഴേ ഒരു മന്ത്രം നമ്മൾ ഏറ്റു ചൊല്ലാറുണ്ട്. പലരും ഗംഗേച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. എന്നിട്ട് ആ കിണ്ടിയിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് നിങ്ങൾ ശരീരത്ത് തളിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭാരതത്തിലെ ഇത്രയും പുണ്യ നദിയിൽ കുളിച്ച, സ്നാനം ചെയ്ത ഒരു പുണ്യം നമുക്ക് കിട്ടുന്നു എന്നൊരു സങ്കല്പം ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ അതവിടെയാണ് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പം ഈ ഒരു സംസ്കാരം, ഈ ഒരു ആത്മീയ ബോധം കാത്തു സൂക്ഷിച്ചു എന്നത് തന്നെയാണ് ഇത്ര ദുർബലമായിട്ടും ഇത്ര ചെറിയൊരു വിഭാഗമായിട്ടും അവർ ഈ സഹസ്രാബ്ദങ്ങൾ താണ്ടി വന്നത് എന്നത് നിസ്തർക്കമാണ്. സംശയലേശമന്യേ ഒരു സംശയവുമില്ല. അതിനുശേഷം പിന്നീട് ഈ ജൂതർ ഈ ലോകത്തെ കാര്യം അവർ ഒരു സമൂഹത്തിൽ കഴിയുമ്പോൾ തന്നെ സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച് തന്നെയാണ് അവർ മുമ്പോട്ട് പോയത്. അതീവ ബുദ്ധിശാലികളായുള്ള കാര്യം. ജെനറ്റിക്സിലും അവരുടെ ആ ഒരു രക്തശുദ്ധിയിലൊക്കെ ഭയങ്കരമായ മൗലികവാദത്തോളം പോന്ന വിശ്വാസമുള്ളവരാണ് അവർ. അവർ കൺവേർഷൻ, അവരുടെ ചരിത്രത്തിൽ കൺവേർഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോ ഒരു ജൂതമതത്തിൽ ചേരണം എന്ന് ആഗ്രഹിച്ച് എന്നാൽ പോലും അവർ സമ്മതിക്കില്ല. കാര്യം രക്തശുദ്ധിയിൽ അത്ര വിശ്വാസമാണ്. അതുകൊണ്ടാണ് അവർ എത്ര ചെറിയൊരു ജനവിഭാഗമായി പോയത്. അവരൊരിക്കലും കൺവേർഷൻ എന്ന് പറയുന്നത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അവർ ചിന്തിക്കുക പോലും ചെയ്യില്ല. ഇമ്പോസിബിൾ ആണ്. ജൂതമതത്തിൽ ചേരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, ചേർത്തില്ല. അപ്പം ഈ വിഭാഗത്തിന്റെ ഈ
കരുത്തും അവരുടെ ആ ബുദ്ധിശക്തിയും കഴിവും കൊണ്ട് എല്ലായിടത്തും, ലോകത്തെ എല്ലാ സ്ഥലത്തും ഒരിടത്തും ഇവർ സമൂഹത്തിന്റെ മുൻപന്തിയിൽ തന്നെ എത്തുകയും ചെയ്യും. നമുക്കറിയാം, ഈ കൊച്ചിയിലൊക്കെ ഒരു സമയത്ത് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന മുഴുവനും ഒരു ജൂവിന്റെ കമ്പനിയിലായിരുന്നു. ഇവിടെ നമ്മുടെ കൊച്ചിയിൽ ഒരു 40-50 വർഷങ്ങൾക്ക് മുമ്പ്, അതൊക്കെ ഓർമ്മയുള്ളവർ ഇപ്പോഴും ഉണ്ട് കൊച്ചിയിൽ. അങ്ങനെ ലോകം മുഴുവനും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവിടെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുണ്ട്. ആ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു വിഭാഗം വന്നു ചേർന്ന വരത്തരായിട്ടുള്ള തലമുറകളായിട്ട് അവിടെ താമസിക്കുന്നവരാണെങ്കിൽ പോലും അവരെ അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്. ഭാരതത്തിൽ വെച്ച് ലോകത്ത് എല്ലായിടത്തും അവരെ അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ ഒതുക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു. ഈ ഒരു പ്രശ്നം, ഈ തദ്ദേശീയരും ജൂതരും തമ്മിലുള്ള പ്രശ്നം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായി. കാര്യം ജൂതർ നിങ്ങളുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്നു, ഇവരിങ്ങനെ ജീവിച്ച് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇവർ നമ്മുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്ന ഒരു ചിന്താഗതി പൊതുവെ ലോകം മുഴുവനും, യൂറോപ്പിൽ പ്രത്യേകിച്ചും വളർന്നപ്പോഴാണ് അവിടെ ഈ ജൂതരുടെ മേലുള്ള അടുത്ത ഘട്ട പീഡനങ്ങൾ ആരംഭിക്കുന്നത്. ഈ ജൂതരുടെ ഈ പ്രവാസത്തിൽ നിന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, അവിടുന്ന് അന്ന് വിട്ടുപോന്നു, പിന്നെ 1000 വർഷത്തോളം ലോകം മുഴുവനും ഇങ്ങനെ കറങ്ങി താമസിച്ചു. ആ സമയത്തെ അങ്ങനെയാണ് ഡിക്ഷണറിയിൽ ഡയസ്പോറ എന്ന വാക്ക് പോലും ഉണ്ടാകുന്നത്. ഇന്ന് നമ്മൾ പറയുന്നുണ്ട് ഇന്ത്യൻ ഡയസ്പോറ ഇൻ അമേരിക്ക, ഇന്ത്യൻ ഡയസ്പോറ ഇൻ കാനഡ, ഇന്ത്യൻ ഡയസ്പോറ ഇൻ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഭാരത സമൂഹത്തിന് പറയുന്ന പേരാണ്. അതായത് ഭാരതീയരായി തന്നെ വേറൊരു രാജ്യത്ത് ചെന്ന് അവിടെ ജീവിച്ച് ഭാരതീയരായിട്ട് ജീവിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇതൊക്കെ ആയിട്ട്. അങ്ങനെയുള്ള സമൂഹത്തിന് പറയുന്ന പേരാണ് ഡയസ്പോറ. ആ ഡയസ്പോറ എന്ന വാക്ക് ഉത്ഭവിച്ചത് തന്നെ ജൂതരുടെ ഈ ഇങ്ങനെ വികീർണ പ്രവാസത്തിൽ നിന്നാണ്. ഈ പ്രവാസത്തിൽ നിന്നാണ് ആ വാക്കുപോലും ഉണ്ടായത്. അങ്ങനെ ഈ ഡയസ്പോറ അവസാനിക്കേണ്ട ഒരു സമയമായി എന്ന് ഒരു 18-ാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് ശേഷം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ് ലോകം മുഴുവനുള്ള ജൂതരിൽ ശക്തമാകാൻ തുടങ്ങിയത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇവര് കാര്യം ജൂതരുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പാടില്ല, ജൂതരുമായി ഒരു തരത്തിലുള്ള ഇടപാട് നടത്താൻ പാടില്ല, കാര്യം അവർ നമുക്ക് ഭീഷണിയാണ്. ഈ രീതിയിൽ ഒരു സമൂഹത്തിന് എത്ര കാലം എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? അപ്പോൾ സ്വന്തമായി ഒരു രാജ്യം വേണം, സ്വന്തമായി ഒരു പിടി മണ്ണ് അവർക്ക് വേണം എന്ന ബോധം ഈ 1500-2000 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഇവരിൽ ആ ഒരു ഡിസയർ ഉണ്ടാകുന്നത് ഈ 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടിയാണ്. ഇവര് അസാമാന്യമായി ബിസിനസ് ചെയ്യാനും പൈസ ഉണ്ടാക്കാനും എല്ലാം ഒരു ഭയങ്കര കഴിവുള്ളവരല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ബിസിനസ് മാത്രമല്ല, ശാസ്ത്ര സാങ്കേതിക രംഗം എവിടെ നിങ്ങൾ നോക്കിയോളൂ. ഈ ലോകം മുഴുവനുമുള്ള ജൂതരുടെ എണ്ണം എടുത്താൽ ഏതാണ്ട് 1.5-2 കോടി ഉണ്ടാവുള്ളൂ. 600-650 കോടി ജനമുള്ള ലോകത്ത്. പക്ഷേ ഇവിടെ നോബൽ സമ്മാനങ്ങളുടെ കഴിഞ്ഞ 100 വർഷത്തെ നോബൽ സമ്മാനങ്ങളുടെ ചരിത്രം എടുത്തു നോക്കൂ. 40% കിട്ടിയിരിക്കുന്നത് ജൂതന്മാർക്കാണ്. അതേപോലെ ഈ ലോകത്തിനെ ഏറ്റവും അധികം കഴിഞ്ഞ 2000 വർഷത്തിനിടയിൽ ലോകത്തിനെ ഏറ്റവും അധികം സ്വാധീനിച്ച നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ, സ്വാധീനിച്ച 3 വ്യക്തികൾ നോക്കുക ലോകം മുഴുവനും ഒരേപോലെ. ഒന്ന് യേശുക്രിസ്തുവാണ്, ജീസസ് ക്രൈസ്റ്റ്, കാറൽ മാർക്സ്, ആൽബർട്ട് ഐൻസ്റ്റീൻ. ഈ 3 പേരും ഈ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, പക്ഷെ ഈ ലോകത്തിനെ സ്വാധീനിച്ച വ്യക്തികളാണിത്. അങ്ങനെ ഒരുപാട് നമുക്ക് പറയാനുണ്ടത്. അപ്പം ഈ ഡയസ്പോറ അവസാനിക്കേണ്ട കാലമായി എന്ന ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകുന്നത്. ആ സിയോണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകാനുള്ള അത് വളരെ ബഹിരസമാണ്. വേറൊന്ന്, അതായത് തിയഡോർ ഹെർസൽ എന്ന ചെറുപ്പക്കാരനായ ഒരു ജൂ ആണ് അതിനൊരു രൂപവും ഘടനയും നൽകുന്നത്. സത്യത്തിൽ ഈ തിയഡോർ ഹെർസൽ അദ്ദേഹത്തിന് ഈ ജൂത പാരമ്പര്യത്തോടോ ഈ ഹീബ്രു ഭാഷയോടോ ഇതിനോടൊന്നും ഒരു താല്പര്യവുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഈ ഹിന്ദു നാമധാരികളായിട്ടുള്ള യുക്തിവാദികളുണ്ട്. ഇവിടെ ഇന്ത്യയിലൊന്നുമില്ല, ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാട്ടാളന്മാരുടെ മാത്രം ഇതാണ് എന്ന ആവേശത്തോടെ പറഞ്ഞ് നടക്കുന്ന ഹിന്ദു നാമധാരികളായിട്ടുള്ള ഭാരതീയർ.
ഏകദേശം ആ ഗണത്തിൽ പെടുന്ന ഒരാളായിരുന്നു ഈ തിയഡോർ ഹെർസൽ എന്ന് പറയുന്ന. അദ്ദേഹം പഠനത്തിന് വേണ്ടി ഫ്രാൻസിലും അങ്ങനെ 1-2 സ്ഥലത്ത് പോയപ്പോൾ ഈ ജൂതർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ അതിജൂതനായി പോയി എന്നതുകൊണ്ട് മാത്രം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനയും പീഡനവും കണ്ട് സഹിക്കാൻ വയ്യാതെ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞാണ് അദ്ദേഹത്തിന്റെ മനസ്സ് മാറുന്നതും അദ്ദേഹം ജൂതരുടെ ആ ഒരു ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ ഒരു സംഘടനയ്ക്ക് വേണ്ടിയും ഒരു രാജ്യമുണ്ടാക്കാനും വേണ്ടി മുന്നിട്ടിറങ്ങും. അങ്ങനെയാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം ലോകത്തുണ്ടാകുന്നത്. ഈ സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം സ്വന്തമായി ജൂതരാജ്യം എന്നുള്ളത് തന്നെയായിരുന്നു. ആ സമയത്ത് ഇവർക്ക് അറിയില്ല, ഇവരുടെ ഒരു മാർഗവും എവിടെ കിടക്കുന്നു. അന്ന് ഈ പറഞ്ഞ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നത് തുർക്കിയുടെ അധീനതയിലാണ്. പൂർണ്ണമായും ഒട്ടോമൻ തുർക്കിയുടെ അധീനതയിൽ കിടക്കുന്ന ആ പ്രദേശത്ത് 2000 വർഷം മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ മണ്ണുണ്ടായിരുന്നു, ഞങ്ങൾക്കത് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. പക്ഷേ ആ അസാധ്യമായ ലക്ഷ്യം സാധിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി അവർ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തനം ആരംഭിക്കുകയാണ്. അങ്ങനെ ലോകം മുഴുവനുമുള്ള ജൂതരെ അവർ സംഘടിപ്പിച്ചു. അവർ കൃത്യമായി 2 വർഷത്തിലൊരിക്കൽ ജൂത കോൺഗ്രസ് ചേർന്നു, സിയോണിസ്റ്റ് കോൺഗ്രസ് ചേർന്നു, വളരെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി. അപ്പോഴാണ് ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഈ തിയഡോർ ഹെർസൽ ഒരു ചെറിയ പുസ്തകം കൂടി എഴുതി. അതിൻ്റെ അകത്താണ് കൃത്യമായിട്ട് ഒരു ജൂതരാഷ്ട്രം എന്തായിരിക്കണം, വളരെ ചെറിയ ഒരു ലഘുലേഖയുടെ വലിപ്പമുണ്ട്, 100 പേജിൽ താഴെയുള്ള പുസ്തകമാണത്. സത്യത്തിൽ ഹീബ്രു ബൈബിൾ കഴിഞ്ഞാൽ ജൂതരുടെ ഏറ്റവും അവർ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകമായി ഈ ജൂയിഷ് സ്റ്റേറ്റ്, ജൂതരാഷ്ട്രം എന്ന ആ തിയഡോർ ഹെർസലിന്റെ പുസ്തകം മാറി. പക്ഷേ ഒരു കാര്യം കൂടെ ആലോചിക്കണം, അവിടെയാണ് നമ്മൾ ഇതാകേണ്ടത്. ഇവരുടെ ആ മാതൃഭൂമിയോടുള്ള അഭിനിവേശത്തിന്റെ ആ കരുത്ത്. ഈ തിയഡോർ ഹെർസൽ ഇത് പറയുമ്പോൾ ഇതിന് പ്രപ്പോസ് സ്വന്തമായിട്ടൊരു ലോകത്ത് എവിടെയെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് മണ്ണ് മതി, ജൂതർക്ക് ഒരുമിച്ച് സ്വന്തമായിട്ട് താമസിക്കാനുള്ള സ്ഥലം. അത് എവിടെയല്ല, അദ്ദേഹം പ്രപ്പോസ് ചെയ്ത 2 സ്ഥലങ്ങളാണ്. ഒന്ന് അർജന്റീനയാണ്, ഒന്ന് ഓസ്ട്രേലിയയാണ്. അർജന്റീന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥ, നല്ല മണ്ണ്, നമുക്ക് കുറച്ച് താമസിക്കുന്ന സ്ഥലം, എവിടെ ഈ ലോകത്ത് എവിടെയാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ അത് സത്യം പറഞ്ഞാൽ ഈ സിയോണിസ്റ്റ് പ്രസ്ഥാനം ഈ ഇദ്ദേഹത്തിന്റെ തിയഡോർ ഹെർസലിന്റെയും കയ്യിൽ നിന്നും പോയി. അപ്പം സോളമൻ രാജാവ് പണി കഴിച്ച 2ാം ക്ഷേത്രവും മോസസ് മോശയുടെ നേതൃത്വത്തിൽ കുടിയേറി വന്ന ആ കാനാൻ ദേശം അല്ലാതെ വേറൊരു രാജ്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് ലോകത്തെ ജൂത ജനത തീരുമാനിക്കുകയായിരുന്നു. ഹെർസലിന് അപ്പുറത്തേക്ക് പോവുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഭൂമി, ഇന്ന് ഇസ്രായേൽ ഇരിക്കുന്ന ഭൂമി, ഈ കാനാൻ ദേശം അന്ന് തുർക്കിയുടെയും പിന്നീട് ബ്രിട്ടീഷുകാരുടെയും കയ്യിൽ വന്ന് പിന്നീട് സ്വതന്ത്രമായ ആ മണ്ണ്, അത് ഈ ലോകത്തിലെ ഏറ്റവും വരണ്ട ഭൂമികളിലൊന്നാണ്. അവിടെ പുഴകളില്ല, മനസ്സിലാക്കണം. കൃത്യമായ കാലാവസ്ഥയില്ല, ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത മണ്ണാണ്. ആ മണ്ണ് മതി ഞങ്ങൾക്ക് എന്നൊരു ജനത തീരുമാനിക്കുക, അതിനുവേണ്ടി ഇറങ്ങി. പിന്നീട് സംഭവിച്ചത് എന്താണെന്നറിയോ? 1ാം ലോകമഹായുദ്ധം ഇങ്ങനെ നടക്കുകയാണ്. ഈ സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാരണം ലോകത്ത് നിന്ന് പല ഭാഗത്ത് നിന്ന് ജൂതർ ഈ കാനാൻ ദേശത്തേക്ക് കുടിയേറാണ്. ഈ കാനാൻ, അതിന് ആ ഒരു കുടിയേറ്റത്തിന് ഒരു പേരുണ്ട്, ആലിയ എന്നാണ്. അതിന് ഡിക്ഷണറിയിൽ വന്ന വേറൊരു പേരാണ് ആലിയ, ALIAH. അതെ, അത് ഇവര് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴാണ് ഭൂമിയെ തൊട്ടിങ്ങനെ വന്ദിച്ച് കിസ് ചെയ്യുക, എന്നിട്ട് ആലിയ പെർഫോമൻസ് എന്നാണ് പറയുന്നത്. അതെ, ഇവര് ഈ മണ്ണിലേക്ക് അങ്ങ് വരികയാണ്. വന്ന് എന്താ ചെയ്യുന്ന പറഞ്ഞാല് അവിടെയുള്ള അറബികളുടെ കയ്യിൽ നിന്ന് ഇവർ ഭൂമി വില കൊടുത്ത് വാങ്ങുകയാണ്. ഈ അറബികൾ ഈ
എന്തൊരു മണ്ടന്മാരും ജൂതന്മാർ, ഈ ഒന്നിനും കൊള്ളാത്ത, കിട്ടിയ വിലയ്ക്ക് കൊടുത്തേക്കാം, മണ്ടന്മാരാണ്. അങ്ങനെ പൈസ ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം, സത്യം പറയാമല്ലോ, അവർ ഇന്നത്തെ അവരുടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നല്ലൊരു ഭാഗം അവർ വില കൊടുത്തു വാങ്ങി. അങ്ങനെ വാങ്ങി അപ്പോഴൊന്നും ഇതിന്റെ പുറകിലുള്ള ഇത് ആർക്കും മനസ്സിലായില്ല. ജൂതരങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു ഈ കാനാൻ ദേശത്തേക്ക്, മണ്ണ് വാങ്ങിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ഭൂമി, ഈ പ്രദേശം, പാലസ്തീൻ പ്രദേശം ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ. ഈ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായപ്പോഴാണ്, അതിനുശേഷമാണ് ഇവർ ഇത്ര ശക്തമായി ഇവിടേക്ക് കുടിയേറിയതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ലോകത്തിനും അതിന് ചുറ്റുമുള്ള അറബി രാജ്യങ്ങൾക്കും ഈവൻ ബ്രിട്ടന് പോലും മനസ്സിലായി. ഏതാണ്ട് 50-50 വർഷമായി ഈ കുടിയേറ്റം തുടങ്ങിയിരുന്നു. പക്ഷെ അപ്പോഴേക്ക് അവർ അവിടെ ഒരു നിർണായക ശക്തിയായി കഴിഞ്ഞു. ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെയുള്ള ഫ്രഞ്ച് കോളനികളിലും ഒക്കെ വൻതോതിൽ മുതൽ മുടക്കിയിരുന്ന അതിസമ്പന്നരായ ജൂതർ, അമേരിക്കയിലും ഒക്കെ അവർ പണമൊഴുക്കുകയായിരുന്നു ഈ ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അവിടെ അവർ വ്യവസായശാലകൾ സ്ഥാപിച്ചു, ഹൈഫ തുറമുഖം സ്ഥാപിച്ചു. പിന്നീട് ഇവരെ അവഗണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. അന്ന് മുതലാണ് സത്യത്തിൽ ഈ ജൂതരും ഈ മുസ്ലിങ്ങളും തമ്മിലുള്ള ശത്രുത ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ഇവരെ ശത്രുക്കളായിട്ട് അങ്ങനെ മുസ്ലിം രാജ്യങ്ങൾ ഇവരെ അങ്ങനെ ദ്രോഹിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ബ്രിട്ടീഷുകാരുടെ വളരെ തന്ത്രപൂർവമായ ഒരു നീക്കം, ഒരു ബെൽഫോർ പ്രഖ്യാപനം എന്നും പറഞ്ഞുകൊണ്ട്, ഒരു ബെൽഫോർ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് പാർലമെന്റേറിയൻ പെട്ടെന്ന് അങ്ങോട്ട് അനൗൺസ് ചെയ്യുകയാണ്, ഈ കാനാൻ പ്രദേശത്ത് ജൂതർക്ക് സ്വന്തമായ ഒരു രാജ്യം വേണം, കൊടുക്കണം. ഇത് വളരെ വല്ലാത്തൊരു വികാരമാണ് അവിടെ അറബികളിൽ ഉണ്ടാക്കിയത്. അവിടെ നിന്നാണ് ഈ ജൂതരും അറബികളും തമ്മിലുള്ള ശത്രുത ആരംഭിക്കുന്നത്. അതിനു മുമ്പ് അവർ ശത്രുത ഉണ്ടായിരുന്നില്ല, യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഷാബുജി, ചില പുസ്തകങ്ങൾ പറയുന്നു ഇത് ഇപ്പം മുഹമ്മദ് പ്രോഫറ്റ് അദ്ദേഹത്തിന്റെ കാലത്തും ഇങ്ങനെ യുദ്ധം നടന്നിട്ടുണ്ടെന്ന്, ജൂതരും മുസ്ലിമും. അത് എത്രത്തോളം സത്യമുണ്ട്? അതുണ്ട്. അത് എന്താ വെച്ച് കഴിഞ്ഞാല്, കാര്യം യുദ്ധം ചെയ്യാനും മാത്രമുള്ള ശക്തിയൊന്നും അവർക്കില്ലായിരുന്നു. അവർ വളരെ ചെറിയൊരു ജനവിഭാഗമാണ്. ഓരോ സ്ഥലത്തും ചിതറി. ഇപ്പൊ നമുക്കറിയാം കൊച്ചിയിൽ എത്ര ജൂതന്മാരുണ്ടായിരുന്നു, ഏതാനും 1000 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ തന്നെയായിരുന്നു ലോകം മുഴുവനുള്ളവരുടെ അവസ്ഥ. അവർ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോവുക, അവരുടെ തനത് ഇതായിരുന്നില്ല. അവർക്ക് ആയുധ സംഭരണം നടത്താനോ യുദ്ധം ചെയ്യാനോ ഒന്നുമുള്ള ശക്തിയില്ല, അവർക്ക് അതിനുള്ള കരുത്തുമില്ല. പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളെ പോലെയുള്ള അതിശക്തരായ ഇവരോടുള്ള പ്രതിരോധിച്ച് നിൽക്കാനുള്ള സോളമൻ രാജാവിന്റെ കാലത്തിന് ശേഷം അവർക്ക് ശക്തിയേയില്ല. പിന്നെ എങ്ങനെ യുദ്ധം ചെയ്യും? അവരെ അടിമകളെ പോലെ കഴിയുകയാണ്, അടിമകളായി തന്നെ കഴിയുകയാണ്. അവർക്ക് ഈ മുഹമ്മദിന്റെ കാലത്തും പ്രവാചകന്റെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ജൂതരെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അവരുടെ ഒരു സ്വഭാവം തന്നെയുണ്ട്, തങ്ങളല്ലാത്തവരെ അങ്ങ് കൊന്നുകളയുക, അങ്ങനെ വന്ന. അതല്ലാതെ സത്യം ഞാൻ ഇപ്പോഴും പറഞ്ഞു, കത്തോലിക്ക സഭ ഇവരെ വേട്ടയാടിയ പോലെ വേറെ ആരും ചെയ്തിട്ടില്ല. അതൊരു സത്യമാണത്, 100% നിഷേധിക്കാനാവാത്ത സത്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇതാണ്. പിന്നീട് ഈ ആലിയ പിടിച്ചു നിർത്താനായിട്ട് ഈ അറബികൾ കുറെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ബ്രിട്ടന് ഏകദേശം ആ സമയത്തൊക്കെയാണ് ഈ അറേബ്യൻ മരുഭൂമികളില് എണ്ണയുടെ നിക്ഷേപം കണ്ടെത്തുന്നത്. അപ്പോൾ ആ എണ്ണ നിക്ഷേപത്തിന്റെ കോൺട്രാക്ട് ഒക്കെ ബ്രിട്ടന് വളരെ അത്യാവശ്യവുമാണ് അവരുടെ വ്യാവസായിക വികസനത്തിന് വേണ്ടി, യൂറോപ്പിൽ. അങ്ങനെ ഈ അറബികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ഒരു പരിധിവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവർ ഈ ആലിയ നിരോധിച്ചു, കുടിയേറ്റം നിരോധിച്ചു. നിരോധനമൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല. അവർ പല വഴിക്കൂടെ ഈ നിരോധനത്തിനെ മുഴുവൻ ലംഘിച്ചുകൊണ്ട് അങ്ങനെ ഇവരുടെ ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വന്ന് ആ സമയത്താണ് പിന്നെ 1939 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതും
തങ്ങളുടെ രാജ്യത്ത് തങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും ഭീഷണിയാണ് എന്ന് ഹിറ്റ്ലറും ഈ അച്ചുതണ്ട് ശക്തികളും കരുതിയിരുന്ന ഈ ജൂതർക്കെതിരെ ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിലില്ല, മുമ്പും അതിനുശേഷവും കണ്ടിട്ടില്ലാത്ത വിധമുള്ള ഏറ്റവും ക്രൂരമായ വേട്ടയാടൽ ആരംഭിച്ചത്. അങ്ങനെയാണ് ഡിക്ഷണറിയിൽ പുതിയൊരു വാക്കുകൂടി വന്നത്, ഹോളോകോസ്റ്റ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു വംശം, ഒരു ജനവിഭാഗം തങ്ങൾ ആ വിഭാഗത്തിൽ ജനിച്ചുപോയി എന്നതുകൊണ്ട് മാത്രം ഇത്ര ഭീകരമായി എങ്ങനെ പീഡിപ്പിക്കപ്പെടും? സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ, അങ്ങനെ ഒരു കണക്കുമില്ലാതെ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ജൂതരെ ഗ്യാസ് ചേമ്പറിൽ അടച്ച് ക്രൂരമായി കൊല്ലുക, നിരത്തി നിർത്തി ഒന്നൊന്നായി വെടിവെച്ച് കൊല്ലുക, മരുന്ന് കമ്പനികൾക്ക് പരീക്ഷണം നടത്താൻ വിട്ടുകൊടുക്കുക, കൊച്ചു കുഞ്ഞുങ്ങളുടെ ഈ ആംബ്യൂട്ടേഷൻ ടെക്നിക്കൊക്കെ ഉണ്ടല്ലോ, ഈ കൈ മെഡിക്കൽ സയൻസിലെ കൈ മുറിക്കുക, കാല് മുറിക്കുക, അങ്ങനത്തെ ആ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പച്ചയ്ക്ക് കയ്യും കാലും ഒക്കെ മുറിക്കുക, എന്നിട്ട് വീണ്ടും തുന്നിക്കൂട്ടുക. ജോസഫ് മെങ്കലെ എന്ന് പറഞ്ഞ ഡോക്ടറുടെ നേതൃത്വത്തിലാണ് മുഴുവൻ നടന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കൊച്ചു കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ വളരെ സെൻസിറ്റീവ് അല്ലേ, ഈ വളരെ തീക്ഷ്ണമായ കെമിക്കലുകൾ അവരുടെ കണ്ണുകളിൽ പുരട്ടുക, എന്നിട്ട് അതിന്റെ റിയാക്ഷൻ പഠിക്കുക. സുഹൃത്തുക്കളെ, ഇവിടെ ഈ ലോകത്ത് നടന്ന കാര്യമാണിത്. ഈ ആധുനിക ലോകത്ത്, 20-ാം നൂറ്റാണ്ടിൽ ഈ ലോകത്ത് നടന്ന കാര്യമാണത്. യൂറോപ്പിൽ ആകെ ഉണ്ടായിരുന്ന 90 ലക്ഷം ജൂതന്മാരിൽ 67 ലക്ഷം ജൂതന്മാരും ഈ ഹോളോകോസ്റ്റിൽ കൊല്ലപ്പെട്ടു. ആലോചിച്ചു നോക്കൂ, എന്തൊരു ഭീകരമാണിത്, എത്ര ഭീകരമാണത്. ഏതാനും വർഷങ്ങൾ കൂടി അവസാനത്തെ ജൂതനെയും ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഇറങ്ങിയിരുന്നത്. ഈ സമയത്തും ഈ ആലിയ, അനധികൃതമായ രീതിയിലുള്ള ആലിയ കുടിയേറ്റം ഈ കാനാൻ പ്രദേശത്തേക്ക് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മുമ്പിൽ ഒരു മാർഗവും ഇല്ലാതായപ്പോഴാണ് ഈ ബ്രിട്ടീഷുകാർ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ഭാരതത്തിനോടൊപ്പം ഏകദേശം ഈ പാലസ്തീനും സ്വതന്ത്ര ഒരു ജൂതരാഷ്ട്രം കൂടി അനൗൺസ് ചെയ്ത് അവർക്കത് കൈമാറും. പക്ഷെ ഈ ഭാരതത്തിൽ അവർ ചെയ്തു വെച്ചിട്ട് പോയൊരു വലിയ ചതിയുണ്ട്. ഇന്ത്യ വിഭജിച്ച് കാശ്മീർ എന്ന ഒരു തീരാ തലവേദന ഇവിടെ ഇട്ട ഒരു കോടാലി നമ്മുടെ കാലിലിട്ടിട്ടാണ് അവർ പോയത്. സെയിം വേ ഈ പാലസ്തീനിൽ ഈ അറബികളെയും പാലസ്തീനികളെയും തമ്മിൽ അവർ എന്നും അറബികളും ഇസ്രായേലും തമ്മിൽ, ജൂതന്മാരും തമ്മിൽ എന്നും അടിച്ചു കൊള്ളണം എന്നുള്ള ആ ഒരു കോടാലി അവിടെയും ഇട്ടിട്ടാണ് അവർ. അങ്ങനെ ഒരേ സമയം ഈ ലോകത്തെ ഏറ്റവും പ്രശ്നഭരിതമായ 2 പ്രദേശങ്ങൾ സൃഷ്ടിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ. ഭാരതത്തിലും അതെ, ഇസ്രായേലിലും അതെ. ഇതിനിടയ്ക്ക് വേറെ 2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, പ്രധാനപ്പെട്ടതാണ്. അതായത് ഹീബ്രു ഭാഷയെ പറ്റിയാണ്. ഒരു പക്ഷേ നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. ഹീബ്രു ഭാഷ അറിയാം, അവരുടെ ദേശീയ ഭാഷയാണ്. നിങ്ങൾക്കറിയോ? പറഞ്ഞാൽ അവിശ്വസനീയമാണത്. ഇവരുടെ കഥകളെല്ലാം അവിശ്വസനീയമാണ്. ഈ ഹീബ്രു ഭാഷ പൂർണ്ണമായും മരിച്ചു കഴിഞ്ഞ ഭാഷയായിരുന്നു ഈ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ. അതായത് അവരുടെ ആരാധനാക്രമങ്ങളിൽ മാത്രമുണ്ടായിരുന്ന ഭാഷ. വേറെ ആർക്കും ഹീബ്രു ഭാഷ അറിയുകയില്ല. അത്രമാത്രം മൃതമായി കഴിഞ്ഞു. എലിസർ ബെൻ യഹൂദ എന്ന ഒരു മനുഷ്യന്റെ ധിഷണയും കഴിവും കഠിനാധ്വാനത്തിലും കൂടിയാണ് ആ ഭാഷ തിരിച്ചു വന്നത്. ഒറ്റ ഒരാളുടെ പ്രയത്നം. അദ്ദേഹം ഒരു ദിവസം തീരുമാനിക്കുകയാണ്, ഈ ഹീബ്രു ഭാഷയിലാണ് ഈ ജൂത ജനതയുടെ സംസ്കാരം കിടക്കുന്നത്. അങ്ങനെ സിയോണിസ്റ്റ് പ്രസ്ഥാനം ഒരു വശത്ത് പ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഈ ഒരു സാംസ്കാരിക മുന്നേറ്റം വേറൊരു വശത്ത് ആരംഭിച്ചു. ഇതിനുവേണ്ടി അദ്ദേഹം പാലസ്തീനിൽ വന്ന്, അന്നത്തെ ആ പാലസ്തീൻ പ്രദേശത്ത് വന്ന് താമസിച്ചു. അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ? ഈ ഭാഷ അദ്ദേഹം
കടയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് നിൽക്കുമ്പോൾ ഹീബ്രു ഭാഷയിൽ അദ്ദേഹം സ്വയം പഠിച്ചു, നന്നായിട്ട് അതിന് ഹീബ്രു ഭാഷയിൽ സംസാരിക്കും. ആൾക്കാർ ഇയാൾക്കെന്തോ കേട്ടിട്ടില്ലാത്തൊരു ഭാഷ പറയുന്നത്, ഭ്രാന്താണ്. അപ്പം ആൾക്കാർക്ക് ഒരു കൗതുകം ഉണ്ടാകും, ഇതെന്താണ് ഈ സാധനം, ഇത് ഹീബ്രു ഭാഷയാണ്, ഒരു കാലത്ത് നമ്മുടെ ഭാഷയായിരുന്നു. ഇങ്ങനെ ജനങ്ങളിൽ കുറേശ്ശെ കൗതുകം ജനിപ്പിച്ചു. പല വാക്കുകളും ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷിൽ നിന്നും റോമനിൽ നിന്നും ലാറ്റിനിൽ നിന്നും ഒക്കെ വാക്കുകൾ, അതിൽ നിന്ന് പുതിയ പുതിയ ഹീബ്രു വാക്കുകൾ ഉണ്ടാക്കി. അപ്പോഴേക്ക് അവിടെയും പ്രശ്നമായി. ഇത് ഹീബ്രു എന്ന് പറയുന്നത് പരമപവിത്രമാണ്, പുണ്യമാണ്, മറ്റതാണ് മറിച്ചതാണ്, അതങ്ങനെ പബ്ലിക്കായിട്ട് എല്ലാവർക്കും സംസാരിക്കാൻ നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ കാര്യത്തിൽ. സംസ്കൃതം എല്ലാവർക്കും ദേവഭാഷയാണ്, അത് സാധാരണക്കാരനൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ഈ ജൂതരുടെ ഇടയിലും ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് വധഭീഷണി വരെ ഈ എലിസർ ബെൻ യഹൂദയ്ക്കുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന്റെ കുറേശ്ശെ പതുക്കെ ബസ് സ്റ്റാൻഡുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, ചന്തകളിൽ, അങ്ങാടികളിൽ കാണുന്നിടത്തെല്ലാം അദ്ദേഹം ഈ ഒരു ഭ്രാന്തനെ പോലെ ഈ പ്രചരണവുമായി പതുക്കെ ഈ ഒരു ഈ ഹീബ്രു എന്ന് പറയുന്ന ഭാഷയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങി. ഏതാണ്ട് 1920 ഈ ഹീബ്രു ഭാഷ ആ പാലസ്തീൻ ജൂത ജനതയുടെ ജനകീയ ഭാഷയായി കഴിഞ്ഞിരുന്നു. നിത്യ ഉപയോഗത്തിലുള്ള സംസാര ഭാഷയായി. ആ ഭാഷയാണ് പിന്നീട് ഇസ്രയേലിന്റെ ദേശീയ ഭാഷയായി. ഒരു അരനൂറ്റാണ്ടോളം ഉള്ള ഒരു മനുഷ്യന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ളതിന് നമ്മുടെ മുമ്പിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് എലിസർ ബെൻ യഹൂദ എന്ന മനുഷ്യനും ഹീബ്രു ഭാഷയുടെ ആ ഒരു തിരിച്ചുവരവ്. അത് അത്ഭുതം നമ്മുടെ കൺമുമ്പിൽ നടന്ന 20 നൂറ്റാണ്ടിൽ നടന്ന കാര്യമാണിത്. ഇത് സഹസ്രാബ്ദങ്ങൾക്ക് പിന്നെ നടന്നൊന്നുമല്ല. ഇനി ഈ ഇസ്രായേൽ ജനിച്ചു വീണത് എങ്ങനെയാണ്? ജനിച്ചു വീണത് എങ്ങോട്ടാണ്? ഇസ്രായേൽ ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ, ഈ അറബി രാജ്യങ്ങൾ ഇവർക്കെതിരെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. അറബി രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വളരെ ശക്തമാണത്. ഇറാഖ്, സൗദി, ജോർദാൻ, സിറിയ, ഈജിപ്റ്റ്. 2ാം ലോകമഹായുദ്ധത്തിന്റെ വലിയൊരു അനുഭവ സമ്പത്ത് അവരുടെ കയ്യിലുണ്ട്. യുദ്ധം ചെയ്ത് പരിചയമുണ്ട്. എണ്ണക്കൊഴുപ്പുള്ള പണമുണ്ട്. ലോകത്തിന്റെ അംഗീകാരമുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരു ചെറിയ ജനതയുടെ മേൽ ഇവരുടെ ഈ സൈനിക ശക്തി മുഴുവനും ഉപയോഗിച്ച് ഇവർ ആക്രമണം തുടങ്ങുകയാണ്. ആ ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നതും ഇസ്രായേൽ ജനിക്കുന്നതും 1948 മെയ് 14. അതിനുശേഷം അതൊരു അന്താരാഷ്ട്ര യുദ്ധമായി മാറി. ആ യുദ്ധമൊന്നും പറയാനില്ല. കാര്യം ഇവരുടെ കയ്യിലുള്ളത് പഴകി ദ്രവിച്ച കുറെ റൈഫിളുകളും അങ്ങനത്തെ സാധനങ്ങളേ ഉള്ളൂ. അത് വെച്ചുകൊണ്ടാണ് ഈ ശക്തരായ അറബി രാജ്യങ്ങൾക്ക് നേരെ ഇവർ ഈ കൊടും യുദ്ധം നയിക്കുന്നത്. ഒളിപ്പോരാണത്, അതേ പറ്റുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. ഇത് ഹഗാനയല്ലേ നേരത്തെ പറഞ്ഞ? ഹഗാനയായിരുന്നു ആ അവരുടെ സായുധ സംഘം. ഇനി വേറൊന്നുകൂടെ പറയാം, അവിശ്വസനീയമാണത്. ഇവർക്ക് എങ്ങനെ ആയുധങ്ങൾ സംഘടിപ്പിച്ചതിന് വേറൊരുണ്ട്. 1ാം അറബ് ഇസ്രായേൽ യുദ്ധം 48. അതിനു മുമ്പ് ഈ ഡേവിഡ് ബെൻഗൂറിയൻ എന്ന് പറഞ്ഞ ആ നേതാവിന്റെ ദീർഘദൃഷ്ടിയാണത് മുഴുവൻ. ഇവർക്ക് ആയുധങ്ങളില്ല, പക്ഷെ ആയുധങ്ങൾ വേണം. ഈ 2ാം ലോക മഹായുദ്ധത്തിൽ അങ്ങ് തകർന്നടിച്ചു പോയിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ദരിദ്ര രാജ്യങ്ങളായി മാറി. ആ സമയത്ത് ഈ യുഗോസ്ലാവിയ, ബൾഗേറിയ ഇങ്ങനെയുള്ള കുറെ രാജ്യങ്ങളിൽ ഇഷ്ടംപോലെ ആയുധങ്ങൾ കുന്നുകൂടി കിടക്കും. ഈ ആയുധങ്ങൾ ഈ ഹഗാന, ഈ ജൂത കോടീശ്വരന്മാർ ഇറക്കിയ പണം കൊണ്ട് ഈ ഹഗാന ഈ ആയുധങ്ങൾ വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് കള്ളക്കടത്തിലൂടെ സ്മഗിള് ചെയ്തു കൊണ്ടുവന്നു യൂറോപ്പിലേക്ക്, ഇസ്രായേലിലേക്ക്. വിമാനങ്ങളൊക്കെ അഴിച്ച് കഷ്ണമാക്കി പാക്ക് ചെയ്ത് പല മാർഗത്തിൽ കൂടെ ഇസ്രായേലിൽ എത്തിച്ചു.
അത് ആ വിമാനം അതേസമയം കുറച്ചുകൂടെ ആധുനിക വിമാനം ഉണ്ടായിരുന്നു, സ്പൈറ്റ് ഫൈറ്റർ എന്ന് പറയുന്നത്. അത് അങ്ങനെ അഴിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന സാധനമല്ല. അത് ഏതാണ്ട് 3000 കിലോമീറ്ററോളം മറ്റ് രാജ്യങ്ങളുടെ മുകളിലൂടെ പറപ്പിച്ച് അതിസാഹസികമായി അവർ ഇസ്രയേലിൽ എത്തിച്ചു. അങ്ങനെ കള്ളക്കടത്തിക്കൊണ്ടുവന്ന, സ്മഗിള് ചെയ്തു കൊണ്ടുവന്ന ആയുധങ്ങളും വെടിക്കോപ്പുകളും തോക്കുകളും പീരങ്കികളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഹഗാന പിന്നീട് ഇസ്രായേലിന്റെ ഔദ്യോഗിക സൈന്യമായിട്ട് മാറും, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ആയിട്ട് മാറുകയായിരുന്നു. ഇങ്ങനെയാണ് ഇവർ ആദ്യ യുദ്ധം ചെയ്യുന്നത് ശക്തരായ അറബ് രാജ്യങ്ങളോട്. പക്ഷേ ഏതാനും ആഴ്ചകളുടെ ആയുസ്സാണ് ഈ ലോക വിദഗ്ധർ, സൈനിക വിദഗ്ധരുമൊക്കെ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്തിരുന്നത്. പക്ഷെ അത്ഭുതകരമായി ഈ യുദ്ധത്തിൽ, ഈ ഇസ്രായേലിന്റെ ഒളിപ്പോരിൽ നിന്ന് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ 1948 മെയ് 14 ഇസ്രായേൽ ജനിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഭൂമിയുടെ ഏകദേശം ഇരട്ടിയോളം ഭൂമി 6 മാസത്തിന് ശേഷം യുദ്ധം നിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ. യുദ്ധം തുടങ്ങുമ്പോഴേ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞങ്ങൾ പിടിച്ചെടുക്കുന്ന ഭൂമി ഞങ്ങളുടേതായിരിക്കും, പിന്നെ വേറെ വർത്താനൊന്നും പറഞ്ഞിട്ടോ. അങ്ങനെ അതിനുശേഷവും പിന്നെ ആ സമയത്തൊന്നും ഇവർക്ക് ലോകത്തിന്റെ അംഗീകാരമില്ല. ഇപ്പം ഈ ആൾക്കാരെല്ലാം പറയുന്നില്ല അമേരിക്കയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇസ്രായേൽ. എന്നാണ് അമേരിക്കയുടെ സപ്പോർട്ട് ഇസ്രായേലിന് കിട്ടി തുടങ്ങിയെന്നറിയോ? 60-കൾക്ക് ശേഷമാണ്. 60-കളിലാണ്. അതുവരെ ഈ പാവം രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കുഞ്ഞില്ല. പക്ഷേ ഇവരുടെ ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു, ഇനിയൊരു ഡയസ്പോറ ഇവർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. 2000 വർഷം അവർ അലഞ്ഞ് തിരിഞ്ഞു കഴിഞ്ഞു ലോകത്ത്. ഇനഫ് ഈസ് ഇനഫ്, ഇനി പിടിച്ചു നിൽക്കുക. അതെന്ത് ചെയ്തു? ആ ഒരു ദൃഢനിശ്ചയമാണ്, അതായത് യുദ്ധഭൂമിയിലെ, പോരാട്ട ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു സൈന്യത്തിന്റെ ഏറ്റവും വലിയ ആയുധം എന്താണ് എന്നവർ തെളിയിച്ചത്. ആയുധം തോക്കുകളും പീരങ്കികളോ വിമാനങ്ങളോ വൻ പടക്കോപ്പുകളോ ഒന്നുമല്ല. സൈനികന്റെ ആത്മവിശ്വാസവും അവന്റെ സമർപ്പണവും അവന്റെ മാതൃരാജ്യത്തോടുള്ള സ്നേഹവും ഇതൊക്കെ തന്നെയാണ് ഒരു യുദ്ധഭൂമിയിൽ ഒരു സൈന്യത്തിന്റെ ഏറ്റവും വലിയ ആയുധങ്ങൾ. അങ്ങനെ ദൃഢനിശ്ചയത്തോടെ ഇറങ്ങുന്ന ഒരു സൈന്യത്തിനെ അങ്ങനെ ഇങ്ങനെയൊന്നും തോൽപ്പിക്കാനാവില്ല. അതിനുശേഷമാണ് 1967 6 ദിവസത്തെ യുദ്ധം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ അറബ് രാജ്യങ്ങളും കൂടി ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചു. 6 ഡേയ്സ് വാർ. എല്ലാ രാജ്യങ്ങളും കൂടി. ഈജിപ്റ്റ്, അത് പ്രഥമമായിട്ട് ഈജിപ്റ്റ്, ഇറാഖ്, ജോർദാൻ, ഇവര് ലബനൻ. കേവലം 6 ദിവസം കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമി 3 ഇരട്ടിയായി മാറി. 3 ഇരട്ടിയായി. ഒറ്റ രാത്രി കൊണ്ടാണ്. ഇസ്രായേലിന് അന്ന് ആകെ കഷ്ടിച്ച് 200 വിമാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈജിപ്തിന് മാത്രം ഉണ്ടായിരുന്നത് 900-ലധികം വിമാനങ്ങളാണ്. ഒറ്റ രാത്രി കൊണ്ട് ഈജിപ്തിന്റെ വ്യോമസേനയെ അവർ നശിപ്പിച്ചു കളഞ്ഞു. അത് അവിടെ അവരൊരു ബുദ്ധി പ്രയോഗിച്ചു. ഈ വിമാനം ഷാബു പ്രസാദ് ജി പറഞ്ഞുകൊണ്ട്, ഈ വിമാനത്തെ അവര് ചെയ്ത എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒരു 6-5 അടി ഉയർത്തി മാത്രമേ പറപ്പിച്ചുള്ളൂ. കാരണം റഡാറിന്റെ ഡിറ്റക്ഷന് വരാതിരിക്കാനായിട്ട് അവരവിടെ ഉപയോഗിച്ച ബുദ്ധിയാ അത് പിന്നീടാണ് അല്ലേ? അത് പിന്നീടാണ് ഇവിടെ അവർ ചെയ്തത്. ഈ 6 ഡേയ്സ് വാറിൽ അവർ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10, 25, 30 വിമാനങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പോകും. പോയി ഒരു നിരത്തി ഒരു ബോംബിങ് ഇങ്ങോട്ട് കഴിഞ്ഞ് ആ വിമാനം ഇങ്ങോട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് അടുത്ത വിമാനങ്ങൾ പോകും. അപ്പോഴേക്ക് ആദ്യം വന്ന വിമാനങ്ങൾ ഇവിടെ വന്നിറങ്ങി വീണ്ടും റീഫ്യൂൽ ചെയ്ത് ആയുധങ്ങളുമായിട്ട് തിരികെ പോകും. ഇങ്ങനെ തുടർച്ചയായി ആക്രമണങ്ങളുടെ ഒരു തിരമാലയായിരുന്നു അവർ തീർത്തത്. ഒറ്റ രാത്രി കൊണ്ട് ഈജിപ്തിന്റെ പരിപാടി കഴിഞ്ഞു. വ്യോമസേന ഇല്ലാതായതോടെ അവർക്ക് സപ്ലൈ കിട്ടാതായി. മരുഭൂമിയിൽ യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് വളഞ്ഞിട്ട് കശാപ്പ് ചെയ്തു കളഞ്ഞു. ഒരേ സമയം
ഒരു 2-3 ദിവസം കഴിഞ്ഞതോടുകൂടി ജോർദാന് കാര്യം മനസ്സിലായി, സംഗതി നമ്മുടെ കയ്യിൽ നിൽക്കില്ല, അവർ ജീവനം എടുത്തുകൊണ്ടു. അങ്ങനെ ജോർദാന്റെ കയ്യിലിരുന്ന ആ പാലസ്തീൻ ഭാഗത്തേക്ക് അവർ കയറി. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഇസ്രായേൽ, ആ ഭൂപടം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു കഷ്ണം ഇങ്ങനെ നടുക്ക് കിടക്കുന്നുണ്ട്. അവിടേക്ക് കയറി 2000 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ജെറുസലേമിൽ പ്രവേശിക്കുന്നത്. ജെറുസലേമിൽ പ്രവേശിച്ച് സോളമൻ രാജാവ് ഉണ്ടാക്കിയ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ മതിലിൽ, അത് ഭയങ്കര വികാര നിർഭരമായ രംഗമെന്ന് പറയുന്ന, ആ സൈനികർ വാവിട്ട് കരയുകയായിരുന്നു. വിലാപ മതിൽ എന്നാണ് അതിന് പറയുന്നത്. 2000 വർഷങ്ങൾക്ക് ശേഷം അവർക്കത് തിരിച്ചു കിട്ടുകയാണ്. 6 ദിവസം കൊണ്ട് പരിപാടി കഴിഞ്ഞു. സിനായ് മരുഭൂമി അങ്ങനെ തന്നെ സൂയസ് കനാൽ വരെ ഇവരുടെ കയ്യില്. അതിനുശേഷം അൽ-അക്സ പള്ളി, ഈ സോളമൻ ടെമ്പിൾ ഇരുന്നിടത്ത് തന്നെയല്ലേ ഈ അൽ-അക്സ പള്ളി അടുത്തടുത്താണ്, ചേർന്നാണ്. അൽ-അക്സ പള്ളി സോളമൻ ഈ വിലാപ മതിലിനോട് ചേർന്ന് തന്നെ. രാമജന്മഭൂമി ബാബരി മസ്ജിദ് പോലെ അല്ല അത്, അല്ലേ? അല്ല 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 അങ്ങനെയാണ്. അപ്പം ഇത് 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 ഇപ്പോഴും ഇന്നും ഈ ലോകത്തുള്ള എല്ലാ സൈന്യങ്ങളുടെയും ഒരു വലിയ ടെക്സ്റ്റ് റെഫറൻസ് ആണ് ഈ 6 days വാർ. പ്ലാനിങ്, കമ്മിറ്റ്മെന്റ്, അതേപോലെയുള്ള പ്രോഗ്രസ്, അങ്ങനെ സൈനിക തന്ത്രത്തിന്റെ എല്ലാ മേഖലകളിലും വിജയക്കൊടി പ്രാപിച്ച ഒരു യുദ്ധമാണ്. 6 ദിവസം കൊണ്ടാണ് തീർന്നത്. 6 ദിവസം. ആ 6 ദിവസം ആ യുദ്ധം കഴിഞ്ഞതോടുകൂടി ജോർദാൻ ഇസ്രായേലിനോടുള്ള ശത്രുത അവസാനിപ്പിച്ചു. ഇവിടെ ഒരു ആൾ ചോദിച്ചിരുന്നു, ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിരുന്നു. പറയാം, തീർച്ചയായിട്ടും പറയാം. അതിനുശേഷം വീണ്ടും ഒരു യുദ്ധം കൂടി, യോം കിപ്പൂർ യുദ്ധം കൂടി 1971 നടന്നു. അതോടുകൂടി ഈജിപ്തിന്റെ ഏകദേശം തീരുമാനം. അതിനുശേഷമാണ് ഈജിപ്റ്റ് സമാധാനത്തിന്റെ വഴിക്ക് വന്നത്. 77 ഓസ്ലോയിലും ക്യാമ്പ് ഡേവിഡിലും, അമേരിക്കയിലെ ക്യാമ്പ് ഡേവിഡിലും ഒക്കെ ഒരുപാട് സന്ധി സംഭാഷണങ്ങൾ നടന്ന് ഈജിപ്തും ഇസ്രയേലും തമ്മിലുള്ള ആ ശത്രുത അവർ ഗോലാൻ ഹൈറ്റ്സ് കരാറല്ലേ അവിടെ? ക്യാമ്പ് ഡേവിഡ് കരാർ അതില്ല, അത് എന്നേക്കുമായി അവസാനിപ്പിച്ചു. ഇന്ന് അവരുമായിട്ട് ഏറ്റവും അധികം യുദ്ധം ചെയ്തിരുന്ന ജോർദാനും ഈജിപ്തും അവരുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. അവരെ കൊണ്ട് ഏറ്റവും അധികം അനുഭവിച്ച ഈ 2 രാജ്യങ്ങളാണ് ഇസ്രായേലിന്റെ ഇന്ന് ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും. ഈ യാഥാർത്ഥ്യം അവിടെ ഉള്ളപ്പോഴാണ് ഇവിടെ ഇസ്രായേലിനെ ശത്രു രാജ്യങ്ങളായി, ഇസ്രായേലിനെയും ജൂതന്മാരെയും ശത്രു രാജ്യമായിട്ട് പ്രഖ്യാപിച്ച് മലപ്പുറത്ത് ബന്ധു നടക്കും. അത് നല്ല രസകരമായ ഒരു കാര്യമാണ്. മനസ്സിലായില്ല? അവിടെ കടുത്ത ശത്രുക്കൾ അവരുടെ ഏറ്റവും നല്ല മിത്രങ്ങളാണ്. പിന്നെ ഭാരതവുമായുള്ള ബന്ധം, അതിന് രസകരമായ ഒരു കാര്യമുണ്ട്. അതായത് 1948 അവർക്ക് ഇത് കിട്ടുന്നത്. ഇസ്രായേലുമായിട്ട് ഔദ്യോഗികമായി നയതന്ത്ര ബന്ധം ആരംഭിക്കുന്നത് 1992 PV നരസിംഹ കോൺഗ്രസ് ഗവൺമെന്റ്, അതായത് നെഹ്റു കുടുംബ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന ആദ്യത്തെ സമയം 1992. അന്ന് ഇസ്രായേൽ ഒരു ആവശ്യം ഉന്നയിച്ചു, രസകരമായ ഒരു ആവശ്യം. അതായത് ഈ അവരുടെ എംബസി പണിയണം. ഈ എംബസി പണിയുമ്പോൾ അവർ സ്ഥലം വില കൊടുത്തു വാങ്ങണം. ഇവരാവശ്യപ്പെട്ട്, ഇന്ത്യ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത്, ഞങ്ങൾക്ക് 1948 വിലയ്ക്ക് ഭൂമി തരണം. ഇതെന്തൊരു വിചിത്രമായ ആവശ്യം 92. അപ്പോ അവരതിന് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയോ? വെറുതെ ചോദിച്ചാണത്. അതെങ്ങനെ ആയിന്നുള്ളതൊന്നും അറിയില്ല. അന്നത്തെ ഒരു ഇന്ത്യ ടുഡേയിൽ വന്ന ന്യൂസ് എനിക്ക് ഓർമ്മയുണ്ട്, അത് ചെയ്യാൻ പറയുക. അതായത് ഞങ്ങൾ മാനസികമായി 48 തന്നെ നിങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാണ്, നിങ്ങൾ അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ 48 വിലയ്ക്ക് ഞങ്ങൾക്ക് ഭൂമി കിട്ടേണ്ടത് ഞങ്ങളുടെ ഒരു മോറൽ റൈറ്റ് ആണ്. അതായത് ഇസ്രയേൽ, ഭാരതം എന്ന് പറയുന്നത് തികഞ്ഞ സ്വാഭാവിക സഹോദരങ്ങളാണ്. അതുപോലെ 1978, 78-79 സമയത്ത് മോഷെ ദയാൻ എന്ന് പറയുന്ന ഒരു ഇസ്രയേലി നേതാവ് ഉണ്ടായിരുന്നു. വളരെ പ്രഗത്ഭനായ സൈനിക ഉദ്യോഗസ്ഥനായി.
Can you explain the intelligence and defense strategies? Okay. ഈ മോശെ ദയൻ അദ്ദേഹം ഭാരതത്തിൽ വന്നത് ഒരാവശ്യവുമായിട്ടാണ്. എന്താന്ന് വെച്ചാൽ അന്ന് ഈ പാകിസ്ഥാൻ അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയം അവർക്ക് വേണമെങ്കിൽ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി ഇതൊക്കെ സ്ഥിരീകരിക്കാത്ത കാര്യങ്ങളാണ്, എന്നാൽ യാഥാർത്ഥ്യമാണ് കേട്ടോ. ഇതൊന്നും ഒരിടത്ത് നമുക്ക് ഔദ്യോഗികമായി കാണാൻ കഴിയുന്ന കാര്യമല്ല. അവർ ഈ അവരുടെ കഹൂട്ട ആണവ നിലയം അവർ പൂർണ്ണമായും തകർക്കാം. പക്ഷെ അവർക്ക് ഒരു കാര്യം വേണം, ഇസ്രയേലിൽ നിന്ന് ഇവിടെ വന്ന് തിരിച്ച് ബോംബിങ് കഴിഞ്ഞ് തിരിച്ച് അവിടെ എത്താൻ വേണ്ട ഇന്ധനശേഷിയാണ്. അന്ന് ഈ എയർ ടു എയർ റീഫ്യൂലിംഗ് ഒന്നും ഇല്ല. അതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് ഇന്ധനം തരണം. ഇത് മാത്രമായിരുന്നു അവരുടെ ആവശ്യം. അതിന്റെ കാശ് ഞങ്ങൾ തന്നേക്കാം. പക്ഷേ നമ്മുടെ വളരെ ദീർഘദർശിയും മതേതരവാദിയും മതേതര ദീർഘദർശി ശാസ്ത്ര സാങ്കേതിക സാമൂഹ്യ എന്തൊക്കെയോ ഉള്ള നമ്മുടെ ഭാരതത്തിന്റെ നേതൃത്വം അത് അനുവദിച്ചില്ല. അന്നത് ചെയ്തിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ ഇന്നൊരു ആണവ ബോംബ് ഉണ്ടാവുമായിരുന്നു. അത് വളരെ ക്ലിയർ ആണ്. ഞാൻ പറയാം, അതിന്റെ ഒരു വേറെ എക്സാമ്പിൾ ഉണ്ട്. ഈ സ്ട്രാറ്റജിയെ കുറിച്ച് പറയുമ്പോൾ 1982 ഇറാഖ് സ്വന്തമായി ഒരു ആണവ നിലയം സ്ഥാപിച്ചു, ഫ്രാൻസിന്റെ സഹായത്തോടു കൂടി. ആ ആണവ നിലയം അവിടെ അവർ പ്രവർത്തനം ആരംഭിച്ചു. സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, വൈദ്യുതിക്ക് വേണ്ടിയൊക്കെ ആണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ നിന്നുണ്ടാകുന്ന പ്ലൂട്ടോണിയം ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു ആണവ ബോംബായി മാറും എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ഇസ്രായേലിനുണ്ടായിരുന്നു. അവർ ആരോടും ആദ്യം അവർ അമേരിക്കയോട് പറഞ്ഞു, ദയവ് ഇത് നിങ്ങൾ അതിനെ അനുവദിക്കരുത്, നിങ്ങൾ ചെയ്യൂ, എന്തെങ്കിലും ചെയ്യൂ. അവർ മൈൻഡ് ചെയ്തില്ല, ഒന്നും സംഭവിച്ചില്ല. അവർ അവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് ഒരു 10 F-16 വിമാനങ്ങൾ അങ്ങോട്ട് അയച്ചു. ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ ഇറാഖിന്റെ ആണവ പ്രദേശം മുഴുവൻ തകർത്ത് ചാമ്പലാക്കി കളഞ്ഞു. അവരുടെ പ്രധാന ശാസ്ത്രജ്ഞന്മാർ മുഴുവൻ കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ ഐസോടോപ്പ് അതായിരിക്കും അല്ലേ ഇത്? അല്ല, ഓപ്പറേഷൻ ഐസോടോപ്പ് അല്ല, ഓപ്പറേഷൻ ഓപ്പറ. അതാണ്. 5 മിനിറ്റേ എടുത്തുള്ളൂ. 5 മിനിറ്റ് കൊണ്ട് സംഭവം തീർത്തു കളഞ്ഞു. അതുകൊണ്ടുണ്ടായ ഗുണം എന്താണെന്നറിയോ? ഇല്ലെങ്കിൽ 1989, 89, 90 ഗൾഫ് യുദ്ധം നടക്കുമ്പോൾ ഈ ഇറാഖിന്റെ കയ്യിൽ ഒരു ആണവ ബോംബ് ഉണ്ടാകുമായിരുന്നു. ഇറാഖ് അപ്പോഴേക്ക് ഒരു ആണവ രാഷ്ട്രമായി കഴിഞ്ഞിട്ടുണ്ടാവുമായിരുന്നു. ആലോചിച്ച് നോക്കൂ, സദാം ഹുസൈന്റെ കയ്യിൽ കുറെ ആറ്റം ബോംബ് ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താവുമായിരുന്നു? അത് ലോക ജനതയ്ക്ക് തന്നെ ഭീഷണിയാണ്. അന്ന് ലോകം മുഴുവനും അവരെ ശക്തി ചെയ്തു. അവർ മൈൻഡ് ചെയ്തില്ല. കാര്യം ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിന്റെ പകുതി വലിപ്പമേ ഉള്ളൂ, 6-7 ജില്ലകളുടെ വലിപ്പമേ ഉള്ളൂ. 1 ന്യൂക്ലിയർ ബോംബ് ഈസ് മോർ ദാൻ ഇനഫ് ടു ഫിനിഷ് ദ നേഷൻ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ശത്രുക്കളിൽ ആണവ ബോംബ് ഉണ്ടാകരുത് എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. ആ തീരുമാനമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇറാനിൽ കണ്ടതും. അവരുടെ പ്രമുഖ ശാസ്ത്രജ്ഞനെ അവർ കൊന്നുകളഞ്ഞു. കാര്യം നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുപോലെ തന്നെ സിറിയയിൽ ഈ 2008 സിറിയ അതീവ രഹസ്യമായി ഉത്തര കൊറിയയുടെ സഹായത്തോടെ ഒരു ആണവ പ്ലാന്റ് ഉണ്ടാക്കി. ന്യൂക്ലിയർ ഫെസിലിറ്റി അവർ സ്ഥാപിച്ചു. അത് ക്രിട്ടിക്കലാകുന്നതിന് മുമ്പ് ഈ ന്യൂക്ലിയർ ഫെസിലിറ്റി, കാര്യം ഈ ആണവ മെറ്റീരിയൽ കൊണ്ടുവന്ന് ആ ശേഷി കൈവരിക്കുന്നതിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കലാവുക എന്ന് പറയുന്നത്. ആ ക്രിട്ടിക്കലാകുന്നതിന്റെ തൊട്ട് മുൻപ് അവിടെ എന്തോ അജ്ഞാതമായ കാരണങ്ങളാൽ ആ സിറിയയിലെ ദിൽ അൽസൂർ എന്ന് പറയുന്ന ആണവ നിലയം പൊട്ടിത്തെറിച്ചു. അന്നത് സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ ഇന്ന് സിറിയ ആരുടെ കയ്യിലായിരുന്നു? 2013 മുതൽ ഈ അടുത്ത കാലം വരെ IS-ന്റെ കയ്യിലായിരുന്നു സിറിയയുടെ നിയന്ത്രണം മുഴുവൻ. ഈ IS തീവ്രവാദികളുടെ നിയന്ത്രണത്തിൽ ആണവ ബോംബുകൾ കൂടി ഉണ്ടാവുന്ന അവസ്ഥ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ അവസ്ഥ ഒഴിവാക്കാൻ അന്ന് മോശെ ദയാൻ പറഞ്ഞത് പ്രകാരം
ഇന്ത്യ തയ്യാറായിരുന്നുവെങ്കിൽ നമ്മുടെ അയൽ രാജ്യത്ത് പാകിസ്ഥാൻ എന്ന ഈ രാജ്യം ഒരാണവ രാഷ്ട്രമാകുമായിരുന്നു. ഇത് യാഥാർത്ഥ്യമാണ്, അവർ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് 1 മണിക്കൂർ ആകുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ എന്തു തോന്നുന്നു? ഇസ്രയേലിൽ നിന്ന് ഭാരതം പഠിക്കേണ്ടത് എന്താണ്? ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഭാരതത്തിന് പുറത്തുനിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് 2 ജനതയിൽ നിന്നാണ്. അതൊന്ന് ജപ്പാനാണ്, മറ്റൊന്ന് ഇസ്രായേലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും കേട്ടതിൽ നിന്ന്, ഇത്രയും പറഞ്ഞതിൽ നിന്ന് നാം എന്തൊക്കെ ഇവരിൽ നിന്ന് പഠിക്കാനുണ്ട്? ഇന്നത്തെ ഭാരതം കമ്മിറ്റ്മെന്റ്, പാട്രിയോട്ടിസം, രാജ്യസ്നേഹം, സമർപ്പണം, ത്യാഗം, കഠിനാധ്വാനം, ലക്ഷ്യബോധം, ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ. അതുകൊണ്ടാണ് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണാത്ത ഈ ഒരു കൊച്ചു രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി. ഇത്രയധികം കഠിനമായ പീഡനങ്ങൾ അനുഭവിച്ചു വന്ന ഒരു ജനത 1948 തെരഞ്ഞെടുത്ത ഭരണക്രമം എന്തായിരുന്നു? ജനാധിപത്യമായിരുന്നു. പാർലമെന്ററി ജനാധിപത്യം. ഭാരതത്തിൽ നിന്ന് ഒന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ നമ്മൾ ആദ്യം കാണുന്ന സമ്പൂർണ്ണ ജനാധിപത്യ സമൂഹം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരതവും ഇസ്രായേലും സ്വാഭാവിക സഹോദരങ്ങളായി മാറുന്നത്. അവിടേക്ക് ആദ്യമായി ഒരു പ്രധാനമന്ത്രി ചെന്നപ്പോൾ, നരേന്ദ്രമോദിജി അവിടെ ചെന്നപ്പോൾ, അവർ വികാര നിർഭരമായി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, നിങ്ങൾ എവിടെയായിരുന്നു? അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. ഇനി വേറെ രസകരമായ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ പഠിക്കേണ്ടതാണ്. ഞാൻ വായിച്ചിട്ടുള്ളത് പലയിടത്തും. ഇന്ന് ആ പുല്ല് പോലും മുളയ്ക്കാത്ത ആ ഭൂമിയിലാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ, ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഈന്തപ്പഴം വിളയുന്നത്. സൗദിയിലെയും ഈ GCC രാജ്യങ്ങളിലെയും ഒക്കെ അതിസമ്പന്നരായ, അതായത് ഇന്ത്യയിലെ നമ്മുടെ റുപ്പി കണക്കിന് കിലോയ്ക്ക് 20,000 25,000 രൂപ വില വരുന്ന ഈന്തപ്പഴമാണ്. അതിസമ്പന്നരായ അറബികളുടെ മേശപ്പുറത്ത് അവർ വിളമ്പുന്നത് ഇസ്രയേലിൽ നിന്ന് സ്മഗിൾ ചെയ്ത് കൊണ്ടുവരുന്ന ഈ ഈന്തപ്പഴം. ഇത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. 1972 യുദ്ധം, 1971 യുദ്ധത്തിലും പോലും അന്ന് ഗോൾഡ മീർ ആണ് അവിടുത്തെ പ്രധാനമന്ത്രി ഇസ്രയേലിലെ. അവര് സീക്രട്ട് ആയിട്ട് ഇന്ദിരാഗാന്ധിക്ക് ചില അസിസ്റ്റൻസ് കൊടുത്തിരുന്നു എന്ന് ഇങ്ങനെ ഞാൻ ചിലയിടത്ത് വായിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ സോഴ്സ്, കാരണം ഇൻഡോ ഇസ്രായേൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറെ റീസെർച്ച് ചെയ്ത്. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കാർഗിൽ യുദ്ധം ജയിക്കാനായിട്ട് മെയിൻ ഒരു കാരണക്കാരെന്ന് പറഞ്ഞാൽ അവരാണ്. സാറ്റലൈറ്റ് ഇമേജസ്, ഇവരുടെ ഒക്യുപ്പേഷന്റെ, പാകിസ്ഥാന്റെ ഒക്യുപ്പേഷന്റെ അവര് തന്ന ലേസർ ഗൈഡഡ് ബോംബുകൾ. കാര്യം ഇവര് മലമുകളിൽ ഇരിക്കുന്ന ട്രഞ്ചുകളിലാണ്. അവിടെ വന്ന് ഈ മഴ പെയ്യുന്ന പോലെ ബോംബിട്ടിട്ട് ഒരു കാര്യമില്ല, അത് എവിടെയെങ്കിലും ഒക്കെ പോയി വീഴും. കൃത്യമായി ഗൈഡഡ് ബോംബുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാർഗിൽ മലനിരകളിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. ആ ലേസർ ഗൈഡഡ് ബോംബുകൾ നമുക്ക് നൽകിയത്, ആ നിർണായക സമയത്ത് നൽകിയത് ഇസ്രായേലാണ്. കാർഗിൽ യുദ്ധ സമയത്ത്. അങ്ങനെ ഭാരതത്തിന്റെ നിർണായകമായ ഘട്ടങ്ങളിൽ പലപ്പോഴും അവർ ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറൊന്ന് സമയമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ വേറെ 2 ഹലോ ഒരു മിനിറ്റ്, സോറി, കേൾക്കുന്നുണ്ട്. അത് ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കായിരുന്നു. ഓ തീർച്ചയായിട്ടും സാർ, ഹോൾ ടൈം. ഞാന് ഇസ്രായേലിനെ പറ്റി ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഒരു ബോധം ഉണ്ടാവില്ല ചിലപ്പോ.
അയ്യോ, എനിക്കും അതെ, ഞാനും വികാരവിരുദ്ധനാവും. പ്രത്യേകിച്ച് മൊസാദിന്റെ കഥകള്, മൊസാദ് അവര് നടത്തിയ ഓപ്പറേഷൻ. ഞാൻ പ്രേക്ഷകരോട് 1-2 ഓപ്പറേഷൻസ് ഞാൻ പറയാം മൊസാദ് നടത്തിയത്. അതായത് നമ്മൾ ആ ഹോളോകോസ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ ഹോളോകോസ്റ്റിന് നെടുനായകത്വം വഹിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അഡോൾഫ് ഐഷ്മാൻ. ഈ അഡോൾഫ് ഐഷ്മാനും ജോസഫ് മെംഗലി ആയിരുന്നു അതിൻ്റെ അകത്ത് കളിച്ചത് മുഴുവൻ. ഫൈനൽ സൊല്യൂഷൻ, ആർക്കിടെക്ട് ഓഫ് ദ ഫൈനൽ സൊല്യൂഷൻ, അദ്ദേഹത്തെ വിളിച്ചിരുന്ന ഇവര് കോഡ് നെയിമാ, കോഡ് നെയിം അല്ല, അദ്ദേഹത്തിന്റെ ടാഗ് ലൈൻ അതിന് കിട്ടിയ. മെംഗലെ അല്ല, മെംഗലെ ഡോക്ടർ ഏഞ്ചൽ ഓഫ് ഡെത്ത്. അതെ, ജോസഫ് മെംഗലി എന്നാണ് അയാളുടെ പേര് ശരിക്കും. അതെ, ഡോക്ടർ ജോസഫ് മെംഗലെ, അദ്ദേഹം ഡോക്ടർ ആയിരുന്നു, നേരത്തെ ഈ പറഞ്ഞ ഓപ്പറേഷൻ നടത്തിയ. ഇത് ഐക്മാൻ എന്ന് പറയുന്നത് ആർക്കിടെക്ട് ഓഫ് ദ ഫൈനൽ സൊല്യൂഷൻ. ഇങ്ങനെ ഫൈനൽ സൊല്യൂഷൻ കറക്റ്റ്. അപ്പം ഈ ഐഷ്മാനെ പിടിച്ച ഒരു കഥയുണ്ട്, സംഭവമുണ്ട്, ഭയങ്കരമാണത്. അദ്ദേഹം ഈ ഐഷ്മാൻ ഇത് കഴിഞ്ഞിട്ട് ഈ വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങ് മുങ്ങി, അയാളെ കാണാനില്ല. ഇവർ ഇയാളെ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിടിക്കും എന്ന് തന്നെ ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവര് ആ ഒരു ഐഷ്മാൻ വേട്ട ആരംഭിച്ചു. ഈ ഐഷ്മാൻ ആണെങ്കിൽ എന്ത് ചെയ്തു, അയാൾ വേഷം മാറി, അയാൾ പ്ലാസ്റ്റിക് സർജറി ചെയ്തു, അയാള് മറ്റൊരു പേര് സ്വീകരിച്ചു. ആ പേര് സ്വീകരിച്ച് ഒരു ക്രിസ്ത്യൻ പാദ്രിയുടെ സഹായത്തോടു കൂടി അയാൾ അർജന്റീനയിലേക്ക് കടന്നു. പേര് റിക്കാർഡോ ക്ലെമന്റ് എന്നുള്ള പേരിലായിരുന്നു. റിക്കാർഡോ ക്ലെമന്റ് അതാണ്, ആ പേരിലാണ് ഇയാള് ഇവിടേക്ക് പോയി, അർജന്റീനയിലേക്ക് പോയി. ഈ അർജന്റീനയിൽ പോയി അവിടെ എങ്ങനെ കഴിയുകയാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇവര് തപ്പി നടന്ന്, അതായത് ഈ ക്ലെമന്റോയുടെ ഈ ഐഷ്മാന്റെ ഒരു കൂട്ടുകാരന്റെ മകൾ അവിടെയുള്ള വേറൊരാളുമായി പ്രണയത്തിലായി. ഈ ക്ലെമന്റോയുടെ ഐഷ്മാന്റെ മകൻ അവിടെയുള്ള ഒരു വേറൊരാളുടെ മകളുമായി പ്രണയത്തിലായി. അങ്ങനെ അറിയാതെ അയാൾ അത് വെളിപ്പെടുത്തി. അവിടെ നിന്ന് പിടിച്ചു കയറി, അത് ഇവരുടെ ചെവിയിലെത്തി. അവിടെ നിന്ന് പിടിച്ചു കയറി. അങ്ങനെ മൊസാദ് സംഘം അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിലെത്തി. മാസങ്ങളോളം ഇയാളെ നിരീക്ഷിച്ചു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഇയാള് തിരിച്ച് മെഴ്സിഡസിന്റെ ഫാക്ടറിയിൽ അയാൾ ഫോർമാനായി തിരിച്ചു വരുന്ന സമയത്ത് ഇയാളെ പിടിച്ചു. ആ പിടിച്ചു കഴിഞ്ഞിട്ട് അവിടെയാണ് ഈ ചില നമ്മൾ ഈ വ്യത്യസ്തതകൾ മനസ്സിലാക്കേണ്ടത്. പിടിച്ചു കഴിഞ്ഞ് ഇവരുടെ മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട്. അയാളെ ആ നിമിഷം അവിടെ വെച്ച് അങ്ങോട്ട് കൊന്നുകളയാം, വളരെ എളുപ്പമാണ്. പക്ഷെ അവർ തിരഞ്ഞെടുത്തത് ആ ഓപ്ഷൻ അല്ല. ഈ മനുഷ്യനെ, ഏറെക്കുറെ അസാധ്യമായ ഓപ്ഷൻ, ഈ മനുഷ്യനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന ഇസ്രയേലിലെത്തി വിചാരണ ചെയ്യുക. ഈ ഓപ്ഷനാണ് അവർ തിരഞ്ഞെടുത്തത്. അത് ഏറെക്കുറെ അസാധ്യമായ ഓപ്ഷൻ. എങ്ങനെ ഒരു പരമാധികാരി രാജ്യത്തു നിന്ന് ഒരുത്തനെ പൊക്കിയെടുത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറത്ത് കൊണ്ടുവരികയും ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണം? യെസ് സർ, ഇത് വെള്ളരിക്കപ്പെട്ടണം തന്നെയായിരുന്നു. അവരത് ആക്കി. അങ്ങനെ ഈ അർജന്റീനയുടെ സ്വാതന്ത്ര്യ ദിനം വരെ അവരിങ്ങനെ കാത്തിരുന്നു. അങ്ങനെ ആ സ്വാതന്ത്ര്യ ദിനത്തിന് ലോകത്തുനിന്ന് എല്ലാ ഡിഗ്നിറ്ററീസും അവിടേക്ക് വന്നു. എല്ലാ രാജ്യങ്ങൾക്കും ക്ഷണമുണ്ട്, ഇസ്രയേലിനും ക്ഷണമുണ്ട്. അങ്ങനെ ഇസ്രയേലിന്റെ ഒരു വിമാനം അവിടെ എത്തി, ബ്യൂണസ് അയേഴ്സിലെത്തി. അന്ന് രാത്രിയായപ്പോൾ ഇവർക്ക് പെട്ടെന്ന്, ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് സുഖമില്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം, അയാളെ കൊണ്ട് തിരിച്ചു പോകണം എന്നവർ അധികൃതരെ അറിയിച്ചു, പ്രോട്ടോകോൾ ഓഫീസറെ അറിയിച്ചു. ആ കൊണ്ടുപോകുന്ന ആളിനെ ഏകദേശം ഈ ഐഷ്മാന്റെ രൂപസാദൃശ്യമുള്ള ഒരാളെ തന്നെയായിരുന്നു. അയാളുടെ യൂണിഫോം ഒക്കെ ഇയാളെ ഇടിയിച്ച് ഒരു സ്ട്രെച്ചറിന്റെ അകത്ത് ഇയാളെ കുത്തിവെച്ച് മയക്കി കിടത്തി. ഇവർ ആ രാമാനം ആ വിമാനവും കൊണ്ട് അവരവിടുന്ന് പറന്നു. പിറ്റേ ദിവസം രാവിലെ ഈ വളരെ വിരസമായ നെസറ്റ് എന്നാണ് ഇസ്രായേൽ പാർലമെന്റിന്റെ പേര്. നെസറ്റിലെ സാധാരണ ചർച്ച, നമ്മൾ പല പാർലമെന്റിലെ വിരസമായ ചർച്ചകൾ കാണുന്നില്ല. അങ്ങനെ ആ വിരസമായ ചർച്ചകൾക്കൊടുവിൽ ഡേവിഡ് ബെൻഗൂറിയൻ പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. നമ്മുടെ സൈനികർ, നമ്മൾ ഐഷ്മാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു.
ഇത് ഒരു നിമിഷം, 1-2 നിമിഷം പത്ര ഗാലറിയിൽ ഇരുന്നവരൊക്കെ തരിച്ചു പോയൊരു വാർത്തയാണ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നീട് ആ ഇസ്രായേൽ ജനത ഭ്രാന്ത് പിടിച്ചതുപോലെ തെരുവുകളിലേക്ക് ഇറങ്ങുകയായിരുന്നു ഈ വാർത്ത ആഘോഷിക്കാൻ. അവിശ്വസനീയമായ കാര്യമാണ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഈ മനുഷ്യനെ വിചാരണ ചെയ്തു. 67 ലക്ഷം നിരപരാധികൾ, ഇയാൾ കൊന്നൊടുക്കിയ നിരപരാധികൾക്ക് കിട്ടാത്ത നീതി ഇസ്രായേൽ ജനത, ആ ജൂതരാജ്യം ഈ മനുഷ്യന് നൽകി. അയാൾക്ക് വക്കീലന്മാരെ അനുവദിച്ചു. അയാൾക്ക് വേണ്ടി വക്കീലന്മാർ അവിടെ വന്ന് വാദിച്ചു. അയാളുടെ പേരിൽ നിരത്തപ്പെട്ട 14ഓളം ചാർജുകളിൽ 3-4 എണ്ണത്തിൽ അയാൾ നിരപരാധിയാണെന്ന് കണ്ടു വെറുതെ വിട്ടു. അയാൾ നേരിട്ടൊരു കൊലപാതകത്തിലും പങ്കെടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വാദം. അത് അംഗീകരിച്ചു. അയാൾ നേരിട്ട് പങ്കെടുത്തിട്ടില്ല, പക്ഷെ അതിന് നായകത്വം വഹിച്ചു എന്നുള്ള കാരണത്തിൽ അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അയാൾക്ക് അപ്പീലിന് അനുവദിച്ചു. അയാൾക്ക് ദയാഹർജിക്കുള്ള അവസരം കൊടുത്തു. ആ ദയാഹർജി തള്ളി 3-ാം ദിവസം ഇയാളെ തൂക്കിലേറ്റുന്നതിന് മുൻപ് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബ്രെഡും ഫ്രഞ്ച് വൈനും അയാൾക്ക് നൽകി. അങ്ങനെ ഏറ്റവും മാന്യമായ രീതിയിൽ എല്ലാ നീതികളും അനുവദിച്ചുകൊണ്ടാണ് ഈ മാനവ ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു കൊടും ക്രിമിനലിനെ അവർ തൂക്കിലേറ്റിയത്. ഇത് നമ്മളോട് പറയുന്ന ചില സത്യങ്ങൾ, ഇത് നമുക്ക് നൽകുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, ചില സന്ദേശങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കണം. ആധുനിക ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നടന്ന ഒരേ ഒരു വധശിക്ഷ ഐഷ്മാന്റേത് മാത്രമാണ്. അതിനുശേഷം ഇസ്രായേലിൽ വധശിക്ഷ നടന്നിട്ടുണ്ട്. മൊസാദ് പലരെയും കൊന്നു കളഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഇതില്ല. നീതിന്യായ വ്യവസ്ഥയിൽ കൂടി വിചാരണ ചെയ്ത് വധശിക്ഷ വിധിക്കപ്പെട്ട് നടന്നിട്ടുള്ള ആധുനിക ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇത് മാത്രമേ. ആ വിചാരണ ലോകം മുഴുവനും ലൈവായിട്ട് സംപ്രേഷണം ചെയ്തു. അവർ അത് റെക്കോർഡ് ചെയ്തു. 100 കണക്കിന് സിനിമകൾ വന്നു. ഇതൊന്ന്. മറ്റൊന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാവർക്കും അറിയാമായിരിക്കും, ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന് പറഞ്ഞ സംഭവം. കേട്ടിട്ടില്ലേ? ഓപ്പറേഷൻ എൻറ്റബേ അതല്ലേ? ഓപ്പറേഷൻ, അതിന് തണ്ടർബോൾട്ട് എന്നാണ് അവർ പേരിട്ടത്. എൻറ്റബേ എയർപോർട്ടിൽ നടന്ന സംഭവം. ഒരു ഫ്രഞ്ച് വിമാനം, ടെല്ലവീവിൽ നിന്ന് പോയ ഒരു ഫ്രഞ്ച് വിമാനം ഏഥൻസിൽ വെച്ച് ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറഞ്ഞ തീവ്രവാദി സംഘടന തട്ടിക്കൊണ്ടുപോയി ഉഗാണ്ടയുടെ തലസ്ഥാനമായ എൻറ്റബേയിൽ ഇറക്കി അവർ വിലപേശാൻ തുടങ്ങി. ജൂതരല്ലാത്തവരെ എല്ലാം അവർ വിട്ടയച്ചു. ഇസ്രായേൽ അവരെ അന്ന് ആരായിരുന്നു പ്രധാനമന്ത്രി? മെനാക്കി ബെഗൻ ആയിരുന്നു. അത് അവർ കൃത്യമായ സമയം നീട്ടിയെടുത്ത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവർ ഓപ്പറേഷൻ തയ്യാറാക്കി. അർദ്ധരാത്രിയിൽ അവിടെ ചെന്നിറങ്ങിയാൽ അവിടെ ലൈറ്റുകൾ ഉണ്ടാവില്ല. ആ ദിവസങ്ങൾക്കുള്ളിൽ അവർ പുതിയ ടെക്നോളജികൾ വരെ വികസിപ്പിച്ചു. അപ്പോഴാണ് 4-5 അതിഭീമൻ ഹെർക്കുലീസ് വിമാനങ്ങളിൽ ശത്രു രാജ്യങ്ങളോട് ചേർന്ന് അവർ പറന്നു. ഈ പറക്കുമ്പോഴാണ് മുമ്പേ പറഞ്ഞ പോലെ ഈ അതിഭീമൻ ഹെർക്കുലീസ് വിമാനങ്ങൾ മെഡിറ്ററേനിയന്റെ മുകളിലൂടെ പറക്കുന്നത് 10 മീറ്റർ ഉയരത്തിലാണ്. തറയിൽ നിന്ന് 10 മീറ്റർ ഉയരത്തിലാണ് ഈ ഭീമൻ ഹെർക്കുലീസ് വിമാനങ്ങൾ പറന്നത്. കാര്യം റഡാറുകളുടെ കണ്ണുകളിൽ പെടാതിരിക്കാൻ. അതിനുശേഷം ആ രാത്രി അവരവിടെ ചെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇത്രയും പേരെ അവിടുന്ന് അവർ രക്ഷപ്പെടുത്തി തിരിച്ച് ഇസ്രായേലിൽ കൊണ്ടുവരുമ്പോഴാണ് ലോകം തരിച്ചിരുന്നു പോയി. ഇതിന് ഇങ്ങനെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല. അതുപോലെ ഓരോ ഓപ്പറേഷനും വളരെ വ്യത്യസ്തമാണ് അവരുടെ. എന്നാൽ ഈ രീതിയല്ല അവർ 70-ലെ മ്യൂണിക് ഒളിമ്പിക്സിൽ അവരുടെ താരങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ എടുത്തത്. അന്ന് അവരുടെ 7ഓളം അത്ലറ്റുകളെ ഈ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറഞ്ഞ ആ സംഘടന കൊന്നുകളഞ്ഞു അവിടെ വെച്ച്. അന്ന് വളരെ രൂക്ഷമായ ഗോൾഡാമേറാണ് പ്രധാനമന്ത്രി. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. കാര്യം ലെബനൻ പോയി ആക്രമിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അന്ന് മൊസാദ് എടുത്ത തീരുമാനം, ഇവിടെ ആക്രമണമല്ല നമുക്ക് വേണ്ടത്. അവർ വളരെ വലിയൊരു പദ്ധതിയും കൊണ്ട് തയ്യാറാക്കി.
ഇതിന്റെ ആസൂത്രകരെ മുഴുവൻ അങ്ങനെ അടുത്ത ഒരു 5, 6, 7 വർഷം കൊണ്ട് ഈ മ്യൂണിക് ഒളിമ്പിക്സിലെ മ്യൂണിക് കുറ്റവാളികളെ അതാത് രാജ്യം, ചിലർ ഇറ്റലിയിലാണ്, ചിലർ റോമിലാണ്, ചിലർ ലെബനനിലാണ്, ചിലർ ഫ്രാൻസിലാണ്, ചിലർ ഇംഗ്ലണ്ടിലാണ്, ഓരോ രാജ്യങ്ങളിൽ ചെന്ന് അതിനു വേണ്ടിയിട്ടൊരു പ്രത്യേക ടീം ഉണ്ടാക്കി ഓരോ രാജ്യങ്ങളിൽ ചെന്ന് ഓരോന്നിനെയായിട്ട് ഒന്നൊന്നായി ആ സംഘടനയുടെ നേതൃത്വത്തിനെ ഉന്മൂലനം ചെയ്തു. ആരും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്നൊരു കാർ ബോംബ് ഉണ്ടാവും, ഒരുത്തിനെങ്കിൽ പെട്ടെന്നൊരു മുറിയിലോട്ട് അജ്ഞാതൻ കയറി വന്ന് വെടിവെച്ച് കൊണ്ടു. ആർക്കും അറിയില്ല എങ്ങനെ ഇത് സംഭവിക്കുന്നു. അങ്ങനെയാണ്. അതായത് ഓരോന്നിനും അവരെടുത്ത നടപടികൾ ഓരോ രീതിയിലാണ്. അതുപോലെ അവർക്ക് ഭീഷണിയായി നിന്നിരുന്ന കുറച്ചുപേരുണ്ട്. ഇമാദ് മഗ്നിയ എന്ന് പറഞ്ഞ ഒരാളെ വർഷങ്ങളോളം പിന്നാലെ നടന്നിട്ടാണ് അവർ അയാളെ തീർത്ത് കളഞ്ഞത്. ഒരു ദൈവവും അതിനകത്ത് വിചാരിക്കുന്നില്ല, ഒരു മനുഷ്യത്വം. സലാമി അല്ലേ? അലി ഹസൻ സലമ അയാളെ ഇവിടെ വെച്ച് ലെബനനിൽ വെച്ച് ബെയ്റൂട്ടിൽ വെച്ച് കൊന്നുകളഞ്ഞു. എത്ര വർഷം പുറകെ നടന്നു, അതിനിടയ്ക്ക് അവർക്ക് അബദ്ധങ്ങൾ പറ്റി. അവർക്ക് ആള് മാറി കൊന്നുകളഞ്ഞു ഒരാളെ. അല്ലെങ്കിൽ ഈ സലമയാണെന്ന് കരുതി വേറൊരു നിരപരാധിയെ ഒരു മൊറോക്കോക്കാരനായ ഒരാളെ കൊന്നുകളഞ്ഞു. അപ്പം ലിലി ഹാമർ പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞു. പക്ഷെ പിന്നെ അപ്പം ഗോൾഡാമേർ പെട്ടെന്നത് ഓപ്പറേഷൻ നിർത്തിവെച്ചു. പക്ഷെ വീണ്ടും അവർ തുടങ്ങി. എന്തായാലും അവരാ ലക്ഷ്യം പൂർത്തീകരിക്കുക തന്നെ ചെയ്തു. ഇങ്ങനെ ഈ മൊസാദിന്റെ ഓപ്പറേഷൻസ്, അതുപോലെ അവരൊരു വിമാനം മോഷ്ടിച്ച കഥ അറിയാവോ? ഓപ്പറേഷൻ ഡയമണ്ട്. അതായത് 60കളിൽ നമ്മളിപ്പം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴഞ്ചൻ ആ MiG-21 വിമാനം എന്ന് പറയുന്നത് അന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച മാനോവറിംഗ് ശേഷിയുള്ള വിമാനമായിരുന്നു. ഈ സംഭവം എന്ത് വെച്ചാൽ, ഒരു ദിവസം മൊസാദിന്റെയും അവിടുത്തെ അവിടെ എന്നും ഡെയിലി മീറ്റിംഗ് ഉണ്ട്. ആ ഡെയിലി മീറ്റിംഗിൽ വെച്ച് വ്യോമസേന മേധാവി അമിത് മേയർ എന്ന് പറഞ്ഞ ആളാണ് അന്ന് മൊസാദിന്റെ മേധാവി. മിസ്റ്റർ അമിത് മേയർ, എനിക്കൊരു MiG-21 വിമാനം വേണം. ചുമ്മാ പറയുന്നത് എനിക്കൊരു കേക്ക് വേണം, ഒരു ചോക്ലേറ്റ് വേണം എന്നൊക്കെ പറയുന്നത്. എനിക്കൊരു MiG-21 വിമാനം വേണം. ഇയാൾക്ക് ഭ്രാന്താണ്. MiG-21 അന്ന് റഷ്യക്ക് കഴിഞ്ഞ് അവർക്ക് അതുപോലുള്ള വിശ്വസ്തരായ കുറച്ച് രാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൂ. പിന്നീട് അവർ കാര്യം പറഞ്ഞു മനസ്സിലാക്കി. പിന്നെ വർഷങ്ങളെടുത്ത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഒരു ഇറാഖി പൈലറ്റിനെ അവർ സ്വാധീനിച്ച് അയാൾക്ക് കള്ളും പെണ്ണും എല്ലാം കൊടുത്ത് അവിടെ നിന്ന് അയാളെ കൊണ്ട് ഒരു MiG-21 പറപ്പിച്ച് അവര് ഇവിടെ കൊണ്ടുവന്നു. ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ അവർ ആ MiG-21, അപ്പോഴാണ് ഈ MiG-21ന്റെ പ്രത്യേകത എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നത്. അത്ര ഗംഭീര ഫ്ലൈറ്റാണ്. അതിന്റെ എല്ലാ പ്രത്യേകതകളും മനസ്സിലാക്കി. അത് കഴിഞ്ഞ് 6-7 മാസത്തിന് ശേഷമാണ് 1967 6 ഡേ വാറിൽ സംഭവിക്കുന്നത്. ആ 6 ഡേ വാറിൽ അവർ വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ വ്യോമ പ്രതിരോധത്തിലെ ഈ MiG-21 അവർക്ക് നൽകി. അവർ മോഷ്ടിച്ചു കൊണ്ടുവന്നവരുണ്ട്. സ്റ്റീലിംഗ് ദ സ്കൈ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അത് യൂട്യൂബിലൊക്കെ ഇപ്പോഴും കിട്ടും, കാണാൻ പറ്റും. സ്റ്റീലിംഗ് ദ സ്കൈ കണ്ടിട്ടുണ്ട്. യെസ്. അതുപോലെ ഈ ഒരു പൈലറ്റ് സിറിയക്കാരനായിരുന്നു, സിറിയൻ ക്രിസ്ത്യൻ പൈലറ്റ്. അതായത് റഷീദ് മുനീർ റെഡ്ഫ എന്നായിരുന്നു അങ്ങനെയുള്ള പേര്. അതുപോലെ ഈ ഇതിനെപ്പറ്റി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ മ്യൂണിക്, അതിനെപ്പറ്റിയും സ്പിൽബർഗിന്റെ ഒരു സിനിമയുണ്ട്. മ്യൂണിക് എന്നുള്ള പേരിൽ തന്നെ ഒരു സിനിമയുണ്ട്. മ്യൂണിക് എന്ന് മാത്രമാണ് സിനിമയുടെ പേര്. ഇനിയും ഷാബുജി, ഇനിയും നമുക്ക് ഒരു പ്രത്യേക മൊസാദ് നടത്തിയ ഒരു ഇമ്പോർട്ടന്റ് ഓപ്പറേഷൻ ഉണ്ട്, അറിയാമല്ലോ, മറ്റേ നമ്മുടെ ഹെർബർട്ട് കുക്കേഴ്സ്, ദ ബുച്ചർ ഓഫ് റിഗ, നാസി. അത് പ്രത്യേകം അറിയേണ്ടതാണ് നമ്മുടെ ആൾക്കാര്. അതൊന്ന് പറയാവോ? അറിയാവോ? അത് വായിച്ചിട്ടില്ലല്ലേ? ഓക്കെ. സൗത്ത് അമേരിക്ക പോയി അവിടെ തന്നെ താവളത്തിൽ തന്നെ ഇച്ചിരി മാറിപ്പോയി വെടിവെച്ച് കൊല്ലുമായിരുന്നു. ഇദ്ദേഹവും ഈ ഐക്മാനെ പോലെ തന്നെ ഒരു കൊലയാളിയായിരുന്നു നാസി പട്ടാളത്തിലെ.
അത് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഡോക്യുമെന്ററി അയച്ചുതരാം, അതിന്റെ ഉണ്ട്, അത് മറ്റേ ഇതിനകത്തുണ്ട്. ഓ യെസ്. ഇങ്ങനെ ഈ ഇസ്രായേൽ ഇവര് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അസാമാന്യമായ ത്രില്ലർ ഓപ്പറേഷൻസ് ആണെന്നല്ല, നമുക്കത് അവിശ്വസനീയമാണത്. ഇതൊക്കെ മനുഷ്യർക്കും, അതായത് ഒരു രാജ്യത്തിന് ഇതൊക്കെ സാധിക്കുമോ എന്ന് നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ നടന്നിട്ടുള്ളതാണ്, ഇപ്പോഴും നടക്കുന്ന കാര്യവുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവരൊരിക്കലും വളരെ കൃത്യമായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ആയുധം താഴെ വെച്ചാൽ അന്ന് സമാധാനമുണ്ടാകും, ഞങ്ങൾ ആയുധം താഴെ വെച്ചാൽ പിന്നെ ഞങ്ങൾ ഉണ്ടാകും. അവർ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ചുറ്റും കിടക്കുന്നത് മുഴുവൻ ശത്രു രാജ്യങ്ങൾ, എല്ലാവരുടെയും കുറേശ്ശെ ഇവരുടെ കയ്യിലുണ്ട്. ഒന്നും ചെയ്യാനൊട്ട് സാധിക്കുന്നുമില്ല. അമേരിക്കൻ നിർദ്ദേശം അനുസരിച്ച് ഫ്രാൻസ് കാർഗിൽ യുദ്ധത്തിലേക്ക് ഗൈഡ് മിസൈലുകൾ നൽകി എന്നത് ശരിയാണോ? അത് ശരിയാവാൻ സാധ്യതയില്ല. കാര്യം അമേരിക്ക അന്ന് മാക്സിമം നമ്മോട് പുറംതിരിഞ്ഞു നിൽക്കുകയും നമുക്ക് GPS ഡേറ്റ പോലും അവർ നിഷേധിച്ചതാണ്. വളരെ നമ്മൾ ന്യായമായ അതിനുശേഷമാണ് നമുക്ക് സ്വന്തമായി GPS സിസ്റ്റം ഉണ്ടാകണമെന്നൊക്കെ നമ്മൾ തീരുമാനിച്ചതും ഇപ്പം നാവിക് സിസ്റ്റം ഒക്കെ ആയത്. അമേരിക്ക അന്ന് നമ്മളോട് ഒരു തരത്തിലും നമ്മളോട് സഹകരിച്ചിട്ടില്ല. അതുകൊണ്ടും കൂടിയാണ് അമേരിക്ക ഒരു കൺസിലിയേഷന് വിളിച്ചപ്പോൾ എനിക്ക് വരാൻ സൗകര്യമില്ല എന്ന് അടൽജി പറഞ്ഞത്, ആ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ. അപ്പം ഏകദേശമൊക്കെ കവർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇനിയും ഒരു ചെറിയ എന്താന്ന് വെച്ചാൽ അവരിന്നും ഇസ്രയേലി നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയപ്പം യദ് വശം എന്ന് പറഞ്ഞ മ്യൂസിയം, ഹോളോകോസ്റ്റ് മെമ്മോറിയൽ മ്യൂസിയം, അവരിന്നും ഓരോ പട്ടാളവും പരിശീലനം കഴിഞ്ഞതിന് ശേഷം അവിടെ കൊണ്ടുവന്ന് ആ മ്യൂസിയത്തിന്റെ ട്രിപ്പ് അടുപ്പിക്കുമെന്ന് കേട്ടിരിക്കുന്ന. മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്ന നമ്മുടെ മിയർ ഡഗാൻ എന്ന് പറഞ്ഞ അവരുടെ മൊസാദിന്റെ തലവനുണ്ടായിരുന്നു മുൻ. അദ്ദേഹം മൊസാദിന്റെ ഓരോ ഫീൽഡ് ഓപ്പറേഷന് വിടുമ്പോൾ മുമ്പ് ഈ അദ്ദേഹത്തിന്റെ സ്വന്തം വല്യച്ഛനെ നാസി ക്യാമ്പിൽ കൊല്ലുന്നതിന് അരമണിക്കൂർ മുമ്പ് എടുത്തൊരു ഫോട്ടോ ഉണ്ട്. അത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുക ഭിത്തിയെ അദ്ദേഹത്തിന്റെ വീട്ടില്. അതുകൊണ്ട് കാണിച്ചിട്ടാ ഇവരെ വിടുന്നത് തന്നെ ഓപ്പറേഷന്, ഓരോ മൊസാദ് ഓപ്പറേറ്റീവ്സിനെ. ഷാബു സാർ വായിച്ചിട്ടുണ്ടാവുമല്ലോ അതേക്കുറിച്ച്? അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതല്ല കാര്യം, അവരുടെ ട്രെയിനിങ്ങിന്റെ സമയത്ത് ഒന്നാമത്തെ കാര്യം അവരുടെ ബ്ലഡിൽ തന്നെ അവരുടെ രാജ്യത്തിനോടും അവരുടെ ആ ഒരു സംസ്കാരത്തോടും ആത്മീയതയോടുമുള്ള ഒരു കമ്മിറ്റ്മെന്റ് അവർക്കുണ്ട്. ആ കമ്മിറ്റ്മെന്റിനെ മാക്സിമം, അതാണ് അവരുടെ ഏറ്റവും വലിയ ആയുധവും. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ ഇങ്ങനെ എപ്പോഴും ജ്വലിപ്പിച്ച് നിർത്തുക എന്നുള്ളത് അവരുടെ ഒരു സൈനിക ദേശീയ നയം തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഇത്തിരി കുഞ്ഞൻ, ഈ ചെറിയ രാജ്യം ഈ ലോകത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ആയുധശക്തി അതൊക്കെ പിന്നീട് വന്ന്, ഞാൻ പറഞ്ഞില്ലേ, ഒന്നുമില്ലായിരുന്നു. 1948 ഈ അതിശക്തരായ അറബ് രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ അവർക്കൊരു സ്വന്തമായ സൈന്യം പോലും ഇല്ല, അവർക്കൊരു ഡിഫൻസ് ഫോഴ്സ് ഇല്ല. അവരെങ്ങനെ പിടിച്ചു നിന്നു? അതിനൊരൊറ്റ കാരണം ഇത് മാത്രമാണ്. അവരുടെ ആത്മബലം, ആത്മശക്തി എന്നുള്ള സാധനമാണത്. തപശക്തി തന്നെയാണത്. ആ ഒരു സാംസ്കാരികമായ ആ ഒരു തപശക്തിയുടെ ബലം അത് ഭാരതത്തിനുമുണ്ട്. അതുകൊണ്ടല്ലേ ഈ 12,000 വർഷത്തെ ഈ വൈദേശിക ആക്രമണങ്ങൾക്കും ഇതിനും എല്ലാം ശേഷവും എന്തൊക്കെ പരിക്കുകൾ പറ്റിയാലും ഭാരതമായി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇസ്രായേലായി നിലനിൽക്കുന്നത് എന്ന അതേ കാരണം തന്നെയാണ് ഭാരതമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്, അതാണ് അസാധാരണമായ സിമിലാരിറ്റീസ് ആണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളത്, ഈ രണ്ട് ജനതകൾ തമ്മിലുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യയും ഇസ്രായേലും സ്വാഭാവിക സഹോദരങ്ങളാണെന്ന് പറയുന്നത്. ആ സാഹോദര്യത്തിനെയാണ് ഈ 10, 60 വർഷം, 50 വർഷം ഇവിടെ മതില് കെട്ടി ഇവിടുത്തെ ഭരണ നേതൃത്വം നിർത്തിയത് കേവലം ഒരു വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം.
ആലോചിച്ച് നോക്കണം, എന്തൊരു കുറ്റകൃത്യമാണ് അവർ ചെയ്തത്, എന്തൊരു കുറ്റം. ഒന്നുകൂടെ ആലോചിക്കുക, അവർ കഠിനമായി യുദ്ധം ചെയ്ത ആ രാജ്യങ്ങളുമായി അവർ നിത്യസൗഹൃദത്തിലായി കഴിഞ്ഞതിന് ശേഷവും ഭാരതം സ്വീകരിച്ച, നമ്മുടെ നേതൃത്വം സ്വീകരിച്ചൊരു നിലപാട് ഇതായിരുന്നു. ഭാരതത്തിന്റെ ഒരു പ്രധാനമന്ത്രി ആ രാജ്യം സന്ദർശിക്കാൻ 70 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. 70 വർഷം. അതിനു മുമ്പ് നമ്മുടെ നേതൃത്വം ഇവിടുന്ന് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇസ്രായേലിൽ പോവുകയാണെങ്കിൽ ഒന്ന് വെസ്റ്റ് ബാങ്കിൽ വരെ. പണ്ട് ഈ അമേരിക്കൻ പ്രസിഡന്റുമാരെ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ബിൽ ക്ലിന്റണൊക്കെ വരുമ്പോഴേ ഇങ്ങോട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഒന്ന് പാകിസ്ഥാനിൽ ഇറങ്ങിയിട്ട് പോകും, ഒരു 4 മണിക്കൂർ. കാര്യം ഞങ്ങൾ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് ഈ ലോകത്തിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നയതന്ത്ര നാടകങ്ങൾ, കപട നാടകങ്ങൾ. അങ്ങനെയായിരുന്നു ഭാരതത്തിലെ. അവിടെ ഇസ്രായേലിൽ മാത്രം പോയി പാലസ്തീനിലോട്ടോ മറ്റിടത്തോട്ടോ പോകാതെ, ആരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി പോകാതെ തിരിച്ചു വന്ന ആദ്യ പ്രധാനമന്ത്രി, ആദ്യ നേതാവ് നരേന്ദ്രമോദിയാണ്. പക്ഷെ പാലസ്തീനുമായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധമാണുള്ളത്, നമുക്ക് നല്ല ബന്ധം തന്നെയാണുള്ളത്. അവിടെ പോയി, അവിടെ വേറെ തന്നെ പോയി, പാലസ്തീനിൽ പോയി വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേലി ഹെലികോപ്റ്ററുകളുടെ അകമ്പടിയോടുകൂടി ഇസ്രായേലിൽ പോയി. അതാണ് നയതന്ത്ര മെയ്വഴക്കം എന്ന് പറയുന്നത്. അതാണ് നയതന്ത്ര കമ്മിറ്റ്മെന്റ്, സമർപ്പണം എന്ന് പറയുന്നത്, കഠിനാധ്വാനം എന്ന് പറയുന്നത്. ഇതാണ് ലോകത്തിന് അത്ഭുതമായി നിൽക്കുന്നത്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഒരു 2-3 വർഷം മുമ്പ് ഒരു അറബ് രാജ്യത്ത് പോയിരുന്നു. ഞാൻ രാജ്യത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അവിടെ ചെന്നപ്പോ അവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, അറിയില്ലേ, അതായത് അവിടെയുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാർ നല്ലവരുണ്ട്. അവർ അവിടെ വെച്ച് പരമാവധി എന്നെ പ്രകോപിപ്പിക്കാൻ നോക്കിയിരുന്നു, ഞാൻ ഇസ്രായേലിനെ പറ്റി എന്തെങ്കിലും പറയണം എന്നുള്ളത്. കാര്യം അവിടെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിലകത്താവും. കാര്യം സത്യം പറഞ്ഞ പിന്നെ ഈ പറഞ്ഞ ഇവരെ വിറ്റ കാശും അതിന്റെ പലിശ എന്റെ പോക്കറ്റിലും കൂടെ ഉള്ളതുകൊണ്ട് ഞാനത് ചെയ്തില്ല. പക്ഷേ ഇന്ന് ആ രാജ്യം ഇസ്രായേലുമായിട്ട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ യൂറോപ്പിലേക്കോ ഒക്കെ പോകുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു സ്റ്റോപ്പ് ഓവർ ഇപ്പൊ ദുബായ് ആണല്ലോ. ദുബായ് വഴിയല്ലേ പോകുന്നത്. അതേപോലെ ഇസ്രായേലിലേക്കുള്ള ഒരു സ്റ്റോപ്പ് ഓവറായി ദുബായ് മാറിക്കഴിഞ്ഞു. ഇതൊക്കെയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അറബ് രാജ്യങ്ങൾ ഒന്നൊന്നായി ഇസ്രായേലുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ തുടർച്ചയായി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. UAE സ്ഥാപിച്ചു, ബഹ്റൈൻ സ്ഥാപിച്ചു, സൗദി എയർ സ്പേസ് തുറന്നു കൊടുത്തു. ഇതൊക്കെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തെ മതേതര ജനാധിപത്യ ഫാസിസ്റ്റ് വിരുദ്ധ ഇസ്രായേൽ അപ്പിടി ഇപ്പിടി എന്ന് പറയുന്നത്. ഇത് ഒരു വശത്തോടെ ആലോചിക്കുമ്പോൾ വളരെ രസകരമാണ്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ഇപ്പം അവർക്ക് ഓരോ കുട്ടികളും ഇസ്രയേലി ജനിക്കുന്ന ഓരോ കുട്ടികൾക്ക് ഹോളോകോസ്റ്റ് എന്തായിരുന്നു അവരുടെ പൂർവികർക്ക് സംഭവിച്ചിരുന്നെന്നുള്ള കാര്യം അവർക്ക് നല്ലപോലെ അറിയാം. ഇവിടെ നമുക്ക് മാപ്പിള സാറിനറിയാം, ഞാനും സംഘത്തിന്റെ സ്വയം സേവകനാണ്. നമ്മൾ 70 കൊല്ലം പറഞ്ഞുകൊണ്ട് നടന്നു ഇത് വർഗീയ കലാപായിരുന്നു. പക്ഷെ ആരും അത് അംഗീകരിച്ചില്ല. പക്ഷെ ഈ അവസാനം പൃഥ്വിരാജും ആശിക്കവും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം അവര് ചെയ്തു തന്നെ. ഞാൻ സത്യം പറഞ്ഞ അവരോട് കടപ്പെട്ടിരിക്കുക. അവർ ഈ വിവാദം സൃഷ്ടിച്ചു തന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞ ഇനി അവർക്ക് സംഘത്തിന്റെ ഒരു ചുമതല കൊടുക്കണം. ഞാൻ സത്യം പറഞ്ഞ ഇസ്രായേലിനെ പറ്റി ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. 2 വർഷം മുമ്പ്. അതിപ്പോ പുസ്തകം ഔട്ട് ഓഫ് പ്രിന്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഉടനെ തന്നെ അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ ബുക്ക്. ഇതൊന്ന് റീപബ്ലിഷ് ചെയ്യണം കേട്ടോ, ഒന്നുകൂടെ. ഞങ്ങളുടെ ജനുവരി ആകുമ്പോഴേ ഇതിപ്പോ ഉടനെ തന്നെ പ്രീ പബ്ലിക്കേഷൻ ഇപ്പൊ അനൗൺസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് ഇതിന് അവതാരിക എഴുതിയത് NGS നാരായണൻ സാറാണ്. അപ്പൊ സാറ് പറഞ്ഞത് ഇത് ഇസ്രായേലിനെ പറ്റി മലയാളത്തിൽ വന്ന ആദ്യത്തെ ബുക്കാണെന്നാണ് സാറ് പറഞ്ഞത്. ഓക്കെ, ഇനിയും നമുക്ക് പ്രേക്ഷകരുടെ ചോദ്യോത്തരവിലേക്ക് കിടക്കാം. Q&A സെഷൻ പ്ലീസ്. കാണാവോ സാറിന് ക്വസ്റ്റ്യൻ? കാണാം സർ. ഹൗ ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റോ ആൻഡ് മൊസാദ്? വെദർ ഇസ്രായേൽ ട്രെയിൻസ് ഇന്ത്യൻ ഏജൻസീസ് വിത്ത് ഫുൾ ഹർട്ട്?
അതായത് ഒരു കാര്യമുണ്ട്, നമ്മളത് പറയുമ്പം ഈ ഇസ്രയേലിന്റെയും ഇന്ത്യയുടെയും ഈ പ്രതിരോധ ആവശ്യങ്ങൾ രണ്ടും രണ്ടാണ്. കാര്യം ഇസ്രയേൽ ഒരു ചെറിയ രാജ്യമാണ്, അവർക്ക് സംരക്ഷിക്കേണ്ടത് ചെറിയൊരു ഭൂപ്രദേശവുമാണ്. പിന്നെ അവർക്ക് ആഗോള താല്പര്യങ്ങളില്ല, അവർക്ക് മനമര്യാദയ്ക്ക് ജീവിച്ചു പോയാൽ മതി. എന്നാൽ ഭാരതത്തിന്റെ ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന രണ്ട് ശക്തരായ ആണവ ശക്തികൾ, പിന്നെ 130 കോടി ജനത, വളരെ വലിയ ഭൂവിഭാഗം, 3 വശം കടൽ, പിന്നെ ഭാരതം ഒരു ലോകശക്തിയാണ്, ഭാരതത്തിന് ആഗോള താല്പര്യങ്ങളുമുണ്ട്. അപ്പോ ഈ രണ്ട് രാജ്യങ്ങളുടെയും പ്രതിരോധ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് സ്പെസിഫിക് ആണ്, അതായത് നേഷൻ സ്പെസിഫിക് ആണ്. അതുകൊണ്ട് തന്നെ ഈ റോയും മൊസാദും തമ്മിലുള്ള സ്ട്രാറ്റജിക് റിലേഷൻസ് ഒന്നും ഉണ്ട്, അങ്ങനെ ആ രീതിയിലുള്ള ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഇത് രണ്ടിന്റെ ഉദ്ദേശം രണ്ടാണ്. ഇസ്രായേലിന്റെ ആവശ്യങ്ങളല്ല ഭാരതത്തിന്റെ ആവശ്യങ്ങളല്ല ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിക് കോപ്പറേഷൻ ആ രീതിയിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാര്യം അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ്. നീ എന്താണ്? ആസ്കിംഗ് അബൌട്ട് ട്രെയിനിങ് ഓഫ് മൊസാദ്. എന്റെ സുഹൃത്തെ, എന്താ പറയാനാ നമുക്ക് മൊസാദിന്റെ ട്രെയിനിങ്ങിനെ പറ്റിയൊക്കെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഞാൻ ചെറിയൊരു ഇത് കണ്ടായിരുന്നു. അതിന്റെ ഒറ്റ ട്രെയിനിങ് ഉള്ളു. എനിക്ക് പ്രേക്ഷകരോട് പറയാന്, അവരുടെ ഒരു സെൽഫ് ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, അവർ തന്നെ ഡെവലപ്പ് ചെയ്തത്. ഇമി ലിച്ചൻഫെൽഡ് എന്ന് പറഞ്ഞ ഒരു റെസ്ലർ ആയിരുന്നു, ഇതുപോലെ തന്നെ നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് തന്നെ. അദ്ദേഹം ഒരു ജൂതനാ, ക്രാവ് മാഗ എന്നാ പറയുന്നത്, കോണ്ടാക്ട് കോമ്പാറ്റ്. അവരുടെ മിലിറ്ററി ടെക്നിക്കാണ് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി അല്ലെ ഇന്ത്യൻ സൈന്യം അത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന. റോ മാത്രമല്ല, ഈവൻ CIA പോലും അതായത് അടിതടയെന്ന ഒരു തരത്തിൽ നമ്മൾ അതിനെ പറയുന്നത്. പ്ലസ് സെൽഫ് ഡിഫൻസ്, അത് ബോഡി, അതായത് മനുഷ്യ ശരീരത്തിന്റെ വൈറ്റൽ ഏരിയയിലേക്ക് അറ്റാക്ക് ചെയ്ത് ഒരു വ്യക്തിയെ പൂർണ്ണമായി 3 സെക്കൻഡ് കൊണ്ട് തന്നെ അടിച്ചു വീഴ്ത്താനുള്ള ഒരു പ്രത്യേക ഒരു മാർഷൽ ആർട്സ് ആണ് അത്. മിലിറ്ററി മാർഷൽ ആർട്സ് അത് ഒരു തരം. അതിലാണ് അവരെ പ്രധാനമായിട്ട് ട്രെയിൻ ചെയ്യുന്നത്. അതിന്റെ ട്രെയിനിങ് സെഷൻ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. രണ്ടാമത് അവരുടെ മിലിറ്ററി എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മുടെ പട്ടാളത്തെ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു അതുപോലെയൊക്കെ ഉള്ളൂ അവരുടെ. പിന്നെ അവർക്ക് ഇച്ചിരി അഡ്വാൻസ്ഡ് സിസ്റ്റം അവരുടെ, അല്ലെ, എല്ലാ രീതിയിലും. അവരുടെ മിലിറ്ററി ടെക്നോളജിയില് അവര് അടുത്ത കാലത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വേറൊരു സംഭവമുണ്ട്. ഇപ്പൊ ഈ യുദ്ധമുഖത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവർ ഏറ്റവും കൂടുതൽ പട്ടാളക്കാർ മരിക്കുന്നത് ബ്ലീഡിങ് കൊണ്ടാണ്, കുറെ രക്തം നഷ്ടപ്പെട്ടിട്ട്. അങ്ങനെ രക്തം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവരുടെ ഈ മിലിറ്ററിയുടെ ഈ ഓപ്പറേഷൻസിലൊക്കെയുള്ള മരണനിരക്ക് ഏതാണ്ട് 1/3 താഴെയായി മാറിയിട്ടുണ്ട്. അത് നമ്മളും അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അവരിൽ നിന്ന്. അതേപോലെ ലോകത്തിലെ ഏറ്റവും മികച്ച വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം ഇസ്രായേലിൻ്റെതാണ്. ഈ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ഒക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും അവരുടെ ഇൻവെൻഷനാണ്. ഈ ഗോൾഡ മേയർ ശരിക്കും ഒരു കൃഷിശാസ്ത്രജ്ഞയായി ആദ്യം. അപ്പം ഇത് അവിടെ ഇസ്രായേലി ടാങ്കുകളിലൊക്കെ, മിലിറ്ററി ടാങ്കുകളിൽ ഉപയോഗിക്കുന്ന വെള്ളം, ആ വെള്ളം അവർ എയറിൽ നിന്നുണ്ടാക്കുന്നത്, എയറിലെ മോയ്സ്ചർ വെള്ളമാക്കി മാറ്റി. അത് ലോകത്തിലെ ഏറ്റവും മികച്ച വാട്ടർ മാനേജർ. അവര് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഏതോ ഒരു ഇസ്രായേലി സംഘം ഇവിടെ വന്നപ്പോ, കേരളത്തിൽ വന്ന സമയത്ത് നമ്മുടെ ഈ കായലുകളും തോടുകളും ഒക്കെ ഇല്ലേ വൃത്തികേടായിട്ട് കിടക്കുന്നത്, ഇത് മുഴുവൻ അവർ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ നമ്മുടെ മതേതര മനോഭാവം അതിനെ സമ്മതിച്ചില്ല. എന്താ അത്, വെള്ളമില്ലെങ്കിൽ എന്താ മതേതരത്വം രക്ഷപ്പെട്ടല്ലോ. അതെ 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 അതെ. ഇനി ഇത് ഒരു ചോദ്യം പ്രേക്ഷകന്റെ, വൈ ഈസ് റോ, പുള്ളി എഴുതിയതിൽ മിസ്റ്റേക്ക് ഉണ്ട്. റോ ഈസ് നോട്ട് എഫിഷ്യന്റ് ആസ് മൊസാദ്. മൊസാദിനെ പോലും എഫിഷ്യന്റ് ആവാത്തത് എന്താന്ന് എന്റെ കാരണം നമ്മുടെ റീസെർച്ച് ആൻഡ് അനാലിസിസ് വിങ്. അല്ല, അത് എന്താ വെച്ചാൽ ആരും പറഞ്ഞു എഫിഷ്യന്റ് അല്ലാന്ന്. ഒരു കാര്യമുണ്ട്. കാര്യം റോ എന്ന് പറയുന്നത് ഇപ്പോഴുണ്ടല്ലോ, റോ എന്ന് പറയുന്നത് ഒരു ഔദ്യോഗികമായ ഒരു സംഭവമല്ല. നമുക്ക് ഔദ്യോഗിക രേഖകളിൽ ഇപ്പൊ റോയിലൊക്കെ വർക്ക് ചെയ്തവരെ എനിക്കറിയാം. അവർക്ക് അവാർഡുകൾ കൊടുക്കുന്നത് ഏതെങ്കിലും റോയുടെ
ചീഫിന് അല്ലെങ്കിൽ റോയുടെ ഒരു മികച്ച ഓപ്പറേഷന് ആർക്കെങ്കിലും അശോക ചക്രയോ മറ്റേ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അത് പബ്ലിക് അല്ല. റോ എന്ന് പറയുന്ന അതീവ രഹസ്യമായിട്ടുള്ള സംഭവമാണ്. അവരുടെ ഓപ്പറേഷൻസും ആ റോ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് സാർ ഇന്ന് നമ്മൾ ഇങ്ങനൊക്കെ ജീവിച്ചു പോകുന്നത്. അവർക്കത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല, പബ്ലിക്കായിട്ട് എഴുതാൻ പറ്റില്ല. അങ്ങനെ ഇപ്പൊ നമ്മുടെ ഇടയിൽ തന്നെ നമ്മളൊരു അടുത്ത ബന്ധുക്കൾക്ക് പോലും പറയാൻ അറിയില്ല ഒരു റോയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ പറ്റി. അത്ര മാത്രം രഹസ്യമായിട്ടുള്ളൊരു കാര്യമാണിത്. ഈ ഇസ്രായേലിനെ പറ്റി പുറത്തു വന്നിരിക്കുന്ന ഈ മൊസാദിനെ പറ്റി പുറത്തു വന്നിരിക്കുന്ന സംഭവങ്ങൾ പോലും അവരതൊന്നും ഔദ്യോഗികമായിട്ട് ഡിക്ലെയർ ചെയ്ത കാര്യങ്ങളല്ല. ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. എങ്ങനെ പറ്റും? മഞ്ഞ് രാജ്യത്ത് കടന്നു ചെയ്യുന്നവരെ കുന്നു കളഞ്ഞതൊക്കെ ഒരു പരമാധികാരി രാജ്യത്ത് ഈ ലോകത്തിന് അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഇറാനിൽ സംഭവിച്ച പോലെ. പിന്നെ ഈ പറഞ്ഞ പോലെ മൊസാദ് എന്ന് പറയുന്നതിന്റെ മൊസാദിന്റെ ലക്ഷ്യങ്ങളും റോയുടെ ലക്ഷ്യങ്ങളും രണ്ടും രണ്ടാണ്. ഇന്ത്യയുടെ ആവശ്യങ്ങളും റോയുടെ മൊസാദിന്റെ ആവശ്യങ്ങളും ഇസ്രായേലിന്റെ ആവശ്യങ്ങളും രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് മൊസാദിനെയും റോയെയും തമ്മിൽ താരതമ്യം ചെയ്യാനാവില്ല. റോ നല്ലതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പാകിസ്ഥാനിലെ മറ്റേ ബലൂചിസ്ഥാനിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മാലപ്പടങ്ങൾക്ക് എങ്ങനെ പൊട്ടുന്നു എന്ന് വിചാരം. അത് ഇദ്ദേഹത്തിന്റെ ഒരു ഇത് കേട്ടിട്ടില്ലേ? നമ്മുടെ അജിത് ഡോവലിന്റെ ഒരു സംഭവം കേട്ടിട്ടില്ലേ? കഥ കേട്ടിട്ടില്ലേ? ജോക്കാണ്. അപ്പൊ പാകിസ്ഥാനില് ഈ മോദിജി പോയപ്പോ ഇങ്ങനെ ഈ കാറിലിങ്ങനെ പോവാണ്. കാറിലിങ്ങനെ പോകുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞു തന്നു, ഡ്രൈവറോട് പറഞ്ഞു, അടുത്ത വളവ് തെറ്റി കഴിഞ്ഞാൽ ഉടനെ ഹമ്പുണ്ട് കേട്ടോ, സൂക്ഷിച്ചോണം. പാകിസ്ഥാനിലെ ഓരോ ഊടുവഴികളും 6-7 വർഷത്തോളം ഒരു സ്പൈ ആയി പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന മനുഷ്യനാണ് അജിത് ഡോവല്. പാകിസ്ഥാനികളെക്കാട്ടി നന്നായിട്ട് പാകിസ്ഥാനെ അറിയുകയും അവിടെ ഉള്ളവരെക്കാട്ടി നന്നായിട്ട് ഉറുദു സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ മാറി നിന്ന് അഭിപ്രായം പറയുമ്പോൾ അതുപോലെ അല്ല അത്. അതുകൊണ്ട് റോ ഇൻഎഫിഷ്യന്റ് ആണെന്ന് ഒരിക്കലും പറയല്ലേ, വളരെ എഫിഷ്യന്റ് ആണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഇത്ര കൃത്യമായിട്ട് ബാലക്കോട്ടിൽ അവന്റെ അണ്ണാക്കി തന്നെ ബോംബ് കൊണ്ട് ഇടാൻ സാധിച്ചത് റോ എഫിഷ്യന്റ് ആയതുകൊണ്ട് തന്നെയാണ്. കൃത്യമായിട്ട് നമ്മള് ഇത് ഇങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ നമ്മൾ ഫോറിൻ ഇന്റലിജൻസിന്റെ ഹെൽപ്പ് സഹായം തേടാറുണ്ടോ? തേടുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ ചില വായനയിൽ അറിവില്ല. ബിഹൈൻഡ് ദ കർട്ടൻ അൺഒഫീഷ്യലി അൺഡിപ്ലോമാറ്റിക് വേയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നടക്കുള്ളൂ. ഇപ്പം ആ ഇറാഖിൽ നിന്ന് ആ 57 മലയാളി നേഴ്സുമാരെ ഇവിടെ നമ്മള് കടത്തിക്കൊണ്ട് പോകുന്നില്ലേ, അന്ന് രക്ഷിച്ചോണ്ട് വന്നില്ലേ? അതിന്റെ പുറകിൽ ഒരുപാട് ഈ ട്രഡീഷണലി അല്ലാത്ത ഒരുപാട് നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട്. അല്ല അത് അങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ. നമ്മൾ ഈ പുറത്ത് കാണുന്നതല്ല അകത്ത് നടക്കുന്നത്, ബിഹൈൻഡ് ദ കർട്ടൻ നടക്കുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവും. എനിത്തിങ് എൽസ്? വായിക്കാവോ സാറിന്? ആദ്യം സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥയാണ് സ്വീകരിച്ചിരുന്നത്, ഇപ്പോൾ ക്യാപിറ്റലിസത്തിന്റെ പാതയിലാണ്. അത് ശരിയാണ്. ഈ സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറഞ്ഞാല് നമ്മള് ഏകദേശം 90-കൾ വരെ അന്ധമായി സോവിയറ്റ് യൂണിയനെ പിന്തുടരുകയായിരുന്നു. ഈ പഞ്ചവത്സര പദ്ധതികൾ, പിന്നെ ഈ പബ്ലിക് പ്രോപ്പർട്ടീസ്, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും അന്ധമായിട്ട് ആ സോവിയറ്റ് യൂണിയൻ കാര്യം ചേരിചേരാ നയം എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ഏകദേശം പ്രവർത്തിച്ചിരുന്നത് സോവിയറ്റ് യൂണിയന്റെ ഒരു സാമന്ത രാജ്യത്തിനെ പോലെ തന്നെയായിരുന്നു. ഇത് കാര്യം ലോകം എന്ന് പറയുന്ന ലോക വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ബ്ലോക്കിന്റെ മാത്രമൊന്നുമല്ല. ഇത് തിരിച്ചറിഞ്ഞത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം 90-കളിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം പി.വി. നരസിംഹറാവു എന്ന ഒരു പ്രധാനമന്ത്രി വന്ന്, ഇന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രി, ഈ ലോകത്തിനെ, ഈ നമ്മുടെ വാതിലുകൾ
ലോകത്തിന് മുമ്പിൽ തുറന്നിട്ട് കൊടുത്ത് ലോകത്തിന്റെ കാറ്റും വെളിച്ചവും ഇവിടേക്ക് കടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയും ഒരു ലോകമുണ്ട് എന്ന് നാം മനസ്സിലാക്കി. ആഗോളവൽക്കരണം എന്നുള്ളത്. അവിടെ അങ്ങനെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ വന്നു. എല്ലാ തരത്തിലുള്ള നമുക്ക് ടെക്നോളജിയോടായാലും അറിവുകളായാലും നമുക്ക് പെട്ടെന്ന് പുതിയ റീച്ചുകൾ എത്തി. വളരെ പിന്നെ 90-കൾക്ക് ശേഷമുള്ള ഭാരതത്തിന്റെ വളർച്ച അവിശ്വസനീയമായ രീതിയിലായിരുന്നു. അത് ക്യാപിറ്റലിസത്തിലേക്കുള്ള മാറ്റമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനൊന്നും പറ്റില്ല. എന്താണ് ഈ ക്യാപിറ്റലിസം എന്നുള്ളത് തന്നെ നമ്മളൊന്ന് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ക്യാപിറ്റലിസം നല്ലതാണെങ്കിൽ എന്താണ് കുഴപ്പം? അപ്പം ഇത് സോവിയറ്റ് യൂണിയന്റെ ആ ഒരു സോഷ്യലിസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ അന്ധമായി പിന്തുടർന്നതിന്റെ ദുരന്തം എന്താണ് എന്നുള്ളത് 90-കൾ വരെ നാം കണ്ടതാണ്. നമ്മൾ കണ്ടാണ്. ഒരു ലൈസൻസിന് പോലും സൈക്കിൾ, കൂട്ടത്തിരിക്കുന്നവർക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മുതിർന്നവർക്കറിയാം. ഒരു കാലത്ത് സൈക്കിളിന് ലൈസൻസ് ഉണ്ടായിരുന്നു, റേഡിയോ കേൾക്കാൻ ലൈസൻസ് ഉണ്ടായിരുന്ന ഒരു കാലം ഭാരതത്തിൽ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് റേഡിയോയ്ക്ക് ലൈസൻസ്. അതായത് എല്ലാത്തിനും ലൈസൻസ്, ഗവൺമെന്റ് കൺട്രോള് എന്നുള്ള ആ ഒരു നയം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ ഒരു രീതിയായിരുന്നു. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിന്റെ, ഈ സോഷ്യലിസ്റ്റ് ബ്ലോക്കിന്റെ ഒരു രീതിയായിരുന്നു. അങ്ങനെയാണ് രാജ്യത്തിന്റെ വളർച്ച മുരടിച്ച് എങ്ങും എത്താതെ നിന്നിരുന്ന അവസ്ഥയിൽ നിന്ന് ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊരു തിരിച്ചറിവിൽ നിന്നാണ് ആഗോളവൽക്കരണം എന്ന മാർഗത്തിലേക്ക് പോയത്. അതിന്റെ റിസൾട്ട് ഇവിടെ ഉണ്ടായി. ഇനി അതിന് ക്യാപിറ്റലിസം എന്നുള്ള പേരിട്ട് വിളിക്കുക, സൗകര്യമുള്ള പേര് വിളിക്കുക, പക്ഷെ അത് രാജ്യത്തിന് നന്മയെ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ്. വാട്ട് ആർ ദ ഇസ്രായേൽ കേരള റിലേഷൻഷിപ്പ്? ഡു വി സ്റ്റിൽ ഹാവ് ഇസ്രായേൽ കോളനി ഇൻ കേരള? ഇല്ല, ഇപ്പം ജ്യൂസ് അങ്ങനെ അധികം ഇല്ല കേരളത്തില്, ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ കേരളത്തിൽ നിന്ന് പോയ ഇസ്രായേലിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു വലിയ വിഭാഗം ജ്യൂസ് ഉണ്ട്. അവര് ഇപ്പോഴും, ഞാൻ കഴിഞ്ഞ വർഷം അവിടെ നിന്ന് വന്ന ഒരു ലേഡി, അവരുടെ ഭർത്താവ്, അവരെല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. ഇപ്പൊ ഈ വർഷം കോവിഡ് ആയ കാരണം ഉണ്ടാവാൻ വഴിയില്ല. അവർ ഇവിടെ ഈ സെന്റ് തെരേസാസിൽ പഠിച്ചിരുന്നവരാണ്, എറണാകുളത്ത് ഇവിടെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ താമസിച്ചിരുന്നവരാണ്. അവരൊക്കെ ഇസ്രായേലിൽ അവരുടേതായ ഒരു കൂട്ടായ്മയുണ്ട്, മലയാളി കൂട്ടായ്മയുണ്ട്. അവർ മലയാളി പാട്ടുകൾ പാടാറുണ്ട്, അവരുടെ ആ ഓർമ്മകൾ അവർ പങ്കുവെക്കാറുണ്ട്. ഇന്നത്തെ തലമുറയിൽ ജനിച്ചു വളർന്ന അവരുടെ മക്കളൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് മലയാളം പറയാറുണ്ട്, അതുണ്ട്. പക്ഷെ കേരളത്തിൽ ഇപ്പം അങ്ങനെ ഇസ്രായേൽ ജ്യൂസ് സെറ്റിൽമെന്റ് അധികം ഇല്ല എന്നാണ് എന്റെ അറിവ്. സർ, ഹൗ ഡിഡ് ഇസ്രായേൽ അഡ്വാൻസ്ഡ് ഇൻ ടെക്നോളജി? ഐ ഹേർഡ് റീസെന്റ് എവരി യൂത്ത് ഇൻ ഇസ്രായേൽ ഫോക്കസ് ഓൺ സ്റ്റാർട്ടപ്സ്. അല്ല, അവർ ഇന്നോവേഷന്റെ കാര്യത്തിൽ അവർ ഇന്നും ഇപ്പോഴെന്നല്ല ഏത് കാലത്തും അത് തന്നെയാണ് അവർക്കൊരു കാലത്ത് വിനയായി മാറിയതും. അതായത് എന്ത് കാര്യത്തിലും മറ്റേ ആ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ബ്ലഡിലുള്ള സംഭവമാണത്. പുതിയ മാർഗങ്ങൾ കണ്ടത്. കാര്യം നിലനിൽപ്പ് പ്രശ്നമാകുമ്പോൾ ഏത് കച്ചിത്തുരുമ്പിലും കയറി പിടിക്കും. ഒരു വലിയ മുമ്പിൽ വെല്ലുവിളികൾ വരുമ്പോഴാണല്ലോ ആൾക്കാർ, ജനങ്ങൾ, നമ്മള് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കും ഇന്നോവേഷൻസിലേക്കും ഒക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ലോകത്തെ നോബൽ സമ്മാന ജേതാക്കളിൽ 40% ഈ ഒരു ചെറിയ ജനത വഹിക്കുന്നത്. സത്യമാണോ പറഞ്ഞത്? ഇനി അവസാനം എന്റെ എന്ന് പറഞ്ഞ KGB സാറ് കേട്ടിട്ടുണ്ട്, റഷ്യയുടെ മുൻ അതിൽ നിന്ന് ചില ഇൻസ്പയർഡ് ആയിട്ടാണ് മൊസാദിന്റെ ചില ഓപ്പറേഷൻ. കാരണം അവരുടെ ടാക്ടിക്സ് ഇതിലും 10 മടക്ക് വലുതാണ്. എന്റെ അനിയൻ ഇതിനകത്ത് സ്റ്റഡി ചെയ്യുന്നുണ്ട് KGB ആൻഡ് റിയൽ വേൾഡ്, മൊത്തം കമ്മ്യൂണിസത്തിന്റെ, റഷ്യൻ കമ്മ്യൂണിസത്തിനെ ഒക്കെ കുറിച്ച്. അപ്പൊ അനിയൻ പറഞ്ഞതാ മൊസാദിനെ വെല്ലുന്നതിനും ടെക്നിക്സ് ആയിരുന്നു അവരുടെ ചില സ്ട്രാറ്റജീസും എല്ലാം KGB. സാറ് എനിക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റുമോ മൊസാദും KGB ആയിട്ട്? KGB യെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ട്? ഉണ്ട്, KGB ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ മൊസാദിന്റേതും, ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മൊസാദിന്റേതും റോയുടെയും, അതേപോലെ മൊസാദിന്റെയും KGBയുടെയും, മൊസാദിന്റെയും CIAയുടെയും, ഇവരുടെ എല്ലാം താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. KGBയുടെ പ്രധാന താല്പര്യം എന്താണ്? KGBയുടെ സോവിയറ്റ് യൂണിയൻ എന്നുള്ളതിനെക്കാട്ടിൽ കൂടുതൽ പാർട്ടിയുടെ അപ്രമാദിത്വം, അവർക്കുള്ളിലാണ് ഏറ്റവും കൂടുതൽ ചാരപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. KGB സത്യമാണത്. KGB ഏറ്റവും അധികം ചാരപ്രവർത്തനം നടത്തിയിട്ടുള്ളത് അവർക്കുള്ളിൽ തന്നെയാണ്. അവരുടെ ഉള്ളിലുള്ള ആൾക്കാരെ തിരിച്ചറിയാനും കൊല്ലാനും ഉന്മൂലനം ചെയ്യാനും തന്നെയാണ്.
ഇപ്പം ഈ ചൈനയുടെ കാര്യം പറയുന്നത്, ചൈന വലിയ വൻ ശക്തിയാണ്, ഭയങ്കര സൈനിക ശക്തിയാണ്, ഇന്ത്യയുടെ 3 ഇരട്ടി സൈനിക ബജറ്റുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. ഇവരുടെ ഈ സൈനിക ശക്തി ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ തന്നെയാണ്. അവരുടെ ജനങ്ങളെ തന്നെ, സ്വന്തം ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ KGBയെ സംബന്ധിച്ചിടത്തോളം KGBയുടെ അന്നത്തെ ഏറ്റവും വലിയ ശത്രു അമേരിക്കയായിരുന്നു, സോവിയറ്റ് യൂണിയൻ. പക്ഷെ ഇസ്രയേലിന് മൊസാദിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിന്റെ നിലനിൽപ്പും അവരുടെ നേരെയുള്ള ഇസ്രയേലിന് നേരെയുള്ള ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഒളിപ്പോരും ഈ PLO ഇങ്ങനെയുള്ള സംഘങ്ങളും അറബി രാജ്യങ്ങളുമാണ്. അറബി രാജ്യങ്ങളിലെ അതല്ല, അതേസമയം സോവിയറ്റ് യൂണിയന്റെ എന്ന് പറഞ്ഞാൽ അതേപോലെ ഈക്വൽ ആയിട്ടുള്ള ഒരു വൻശക്തി അമേരിക്കയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അവരുടെ ലക്ഷ്യങ്ങൾ വേറെയാണ്. നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞില്ലേ, ഈ ഇവരുടെ നമ്മൾ അതുപോലെയാണോ ഇതുപോലെ അല്ലെങ്കിൽ ആയിക്കൂടെ, ഇങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാര്യം എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ്. അടിസ്ഥാനപരമായി ഇവരൊക്കെ ചാരസംഘടനകളും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും, പക്ഷെ ഇവരുടെ മോട്ടീവ്, ഇവരുടെ ആ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഇവരുടെ പ്രവർത്തന പദ്ധതികളിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകും, സ്ട്രാറ്റജികളിലൊക്കെ മാറ്റം ഉണ്ടാകും. ഓക്കെ, അവസാനമത്തെ ആയിട്ട് സാറ് ഇപ്പൊ ഹിന്ദുക്കളോട്, ഭാരതത്തിലെ ഹിന്ദുക്കളോട് എന്താണ് പറയാനുള്ളത്? ഈ ഇസ്രായേലിനെ, ജൂതരെ മുമ്പിൽ ഒരു റോൾ മോഡലാക്കി നിർത്തിയിട്ട്. ശരിക്കും എനിക്ക് സാറിന് ഇവരൊരു റോൾ മോഡൽ തന്നെയാണ്. ഇനി ബാക്കിയുള്ളവരോട്, സോ കോൾഡ് നമ്മുടെ മതേതരരോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അവരെന്തായി അവരുടെ പാടായി, അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കണം, അതല്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവരോട് ഞാൻ പറഞ്ഞില്ല, ഇസ്രായേലിനെ കണ്ടുപഠിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അവരിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് കമ്മിറ്റ്മെന്റ് എന്നുള്ളത് അവരിൽ നിന്ന് നമ്മൾ പഠിക്കണം. എന്താണ് സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹം, എന്താണ് സ്വന്തം സംസ്കാരത്തോടുള്ള ആ ഒരു സമർപ്പണം എന്താണ്, ഇതൊക്കെ നമുക്ക് അവരിൽ നിന്ന് മാതൃകയാക്കാവുന്നു. അല്ലാതെ അവർ ചെയ്യുന്നത് അന്ധമായി അനുകരിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഇവിടെ ഹീബ്രു ഭാഷയുടെ ആ തിരിച്ചുവരവ് എന്തുകൊണ്ട് നമുക്കിവിടെ സംസ്കൃത ഭാഷയ്ക്ക് ചെയ്തുകൂടാ? സംസ്കൃതം ഹീബ്രു ഭാഷയുടെ അവസ്ഥയിലൊന്നും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ ഹീബ്രു ഭാഷയുടെ അവസ്ഥയിലൊന്നും സംസ്കൃതം എത്തിയിട്ടില്ല. സംസ്കൃതം ജീവനുള്ള ഭാഷ തന്നെയാണ് എന്നും. പക്ഷെ എന്തുകൊണ്ട് സംസ്കൃതം അവഗണിക്കപ്പെടുന്നു? അതില് നമുക്ക് ശരിക്ക് ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് രാജ്യത്തിനോടും ജനതയോടും സംസ്കാരത്തോടുമുള്ള ആ സമർപ്പണവും കമ്മിറ്റ്മെന്റും അത് നാം ഉൾക്കൊള്ളേണ്ടത്, അല്ലെങ്കിൽ നാം കാണേണ്ടത് തന്നെയാണ്, പഠിക്കേണ്ടത്. നമ്മുടെ ജനതയ്ക്ക് ഭാരതത്തിലെ, അതായത് ഈ ലോകത്ത് പലതരത്തിലുള്ള രാജ്യങ്ങളുണ്ട്. അതായത് ഈ ചില രാജ്യങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കും, മറ്റ് ചിലത് ജനങ്ങൾ രാജ്യത്തിനെ സംരക്ഷിക്കും, രാജ്യവും ജനങ്ങളും പരസ്പരം സംരക്ഷിക്കും. ഇത് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ രാജ്യം ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു രാജ്യമാണ്, ജനതയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഭാരത മാതാവെന്ന് പറയുന്നത്. ഒരമ്മ മക്കളെ സംരക്ഷിക്കുന്നത് ഈ മക്കളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അവരെത്ര നന്ദി കെട്ടവരായിക്കോട്ടെ, ചവിട്ടുന്നവരായിക്കോട്ടെ, പക്ഷെ ആ അമ്മ മക്കളെ ചേർത്തുന്നു. അത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ എല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ട് തന്നെ എത്ര നികൃഷ്ടമായ രീതിയിലാണ് നമ്മളെ ഇവിടെ നടക്കുന്നത്. ഒരു യാഥാർത്ഥ്യമല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ മതേതരർ എന്ന് പറയുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതായിട്ട് നിൽക്കുന്നത്. എന്തെങ്കിലും സാർ ഒരു എന്തെങ്കിലും പറയുവാണെങ്കിൽ നല്ലതായിരുന്നു. സംരക്ഷിക്കുന്ന രാജ്യം എന്ന് പറയുമ്പോൾ അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ എന്നറിഞ്ഞാൽ അവർക്ക് സ്വന്തമായ ഒരു പാരമ്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് പല കാലഘട്ടങ്ങളിൽ കുടിയേറി വന്നവർ ഒരു സമൂഹമായി മാറി, ഒരു രാജ്യമായി മാറുകയാണ് ചെയ്തത്. അവരുടേതായ ഒരു വ്യക്തിത്വം പിന്നീട് ഉണ്ടാക്കുക, അതായത് ജനങ്ങൾ സൃഷ്ടിച്ചെടുത്ത, ജനങ്ങളിൽ നിന്നുണ്ടായി വന്ന ഒരു രാജ്യമാണ്. എന്നാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവർക്ക് രാജ്യമില്ല, ഒന്നുമില്ല. അവരുടെ മനസ്സിൽ രാജ്യം എന്ന് പറയുന്ന ഒരു സങ്കല്പം മാത്രമായിരുന്നു, മനസ്സിൽ മാത്രം. അത് 1-2 അനേകം തലമുറകൾ, 10,500, 2000 വർഷം അങ്ങനെ കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അവർ ഒരു സ്വന്തമായ മണ്ണുണ്ടാക്കി, സ്വന്തമായ രാജ്യമുണ്ടാക്കി, അതിനെ സംരക്ഷിച്ച് അത് ഭാരതത്തിനെന്നല്ല,
ലോക മാനവരാശിക്ക് മുമ്പിൽ തന്നെയുള്ള വലിയൊരു പാഠപുസ്തകം തന്നെയാണ് അവർ അക്കാര്യത്തിൽ. അത് ഭാരതത്തിന് മാത്രമല്ല, മാനവരാശി തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ്, അത്ഭുതവുമാണ്. അതാണ് നമ്മൾ ഇസ്രായേലിന്റെ കാര്യം, നമ്മൾ അനുകരിക്കേണ്ട കാര്യം ആരെയും അനുകരിക്കണം. നമ്മളായാൽ മാത്രം മതി. സ്വന്തം വ്യക്തിത്വം തിരിച്ചറിഞ്ഞ്, സ്വന്തം കരുത്ത് തിരിച്ചറിഞ്ഞ്, സ്വന്തം പാരമ്പര്യം തിരിച്ചറിഞ്ഞ് എങ്ങനെ ഒരു രാജ്യം നിലനിർത്തും. ഇതെല്ലാം ഉണ്ടായിട്ടും ഭാരതത്തിന് പലപ്പോഴും ആ ലെവലിലേക്ക് ഉയരാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? കമ്മിറ്റ്മെന്റ് ലെവൽ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് മാത്രം മതി. അത് മാത്രം നാം ഇസ്രായേലിൽ നിന്ന് പഠിച്ചാൽ അവരുടെ ഇതാക്കിയാൽ മതി. അല്ലാതെ 100% നമ്മൾ അതേപോലെ ആകാൻ ആ കാര്യം ഇസ്രായേലാണ്, ഭാരതം ഭാരതം, ജൂതരാണ്, ഹിന്ദു. ആ വ്യക്തിത്വം നിലനിർത്തിക്കോളും. അതാണ് നമ്മൾ അവരായിട്ട് കണക്ട് ചെയ്യാനുള്ള കാര്യം. ഇപ്പൊ ഞാൻ സാർ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മുടെ ഏൻഷ്യൻ കൾച്ചർ, ഹിന്ദു കൾച്ചർ, അതുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. ഇത് കണക്റ്റഡ് അല്ലാത്തവര് ഇങ്ങനെ കിടന്ന് പറയുന്നു, ഒന്നും അറിയാൻ മേലാതെ. പ്രത്യേകിച്ച് സാറിന് അറിയാലോ, പ്രത്യേകിച്ച് അർബൻ നക്സൽസും ഇങ്ങനെയുള്ളവര്, ഇവരല്ലേ ഏറ്റവും കൂടുതൽ തടങ്കൽ ഇടുന്നത് നമ്മുടെ രാജ്യത്തിന് അപ്പം അതാണ് അവരുടെ ഇപ്പൊ ഇങ്ങനെ ഇതിന് നമുക്ക് വേറൊരു സെഷൻ ചെയ്യാം, അർബൻ നക്സലിസത്തിനെ കുറിച്ചും, എപ്പോഴേലും സാറിന് സമയം ഉണ്ടെങ്കിൽ. ഇപ്പൊ തന്നെ സമയം ഒത്തിരിയായി. ഏതായാലും സാർ വന്നതിന് വളരെ നന്ദി. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം എടുത്തെന്ന് തോന്നുന്നു അല്ലേ? വളരെ നല്ല. ഞങ്ങൾക്ക് ഇച്ചിരൂടെ സെഷൻ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ ഇനിയിപ്പോ അതിനായിട്ട് വേറെ ചില സബ്ജക്റ്റിനെ പറ്റി പറയാൻ തുടങ്ങി കഴിഞ്ഞാലേ എനിക്ക് ഒരു ബോധം ഉണ്ടാവില്ല. അയ്യോ, അത് സാരമില്ല. എനിക്ക് വേറെ സബ്ജക്റ്റിനെ പറിച്ചിട്ടില്ലേലും കുഴപ്പമില്ല. ഇവിടെ ഇരുന്ന് സാർ അറ്റ്ലീസ്റ്റ് ഇതുപോലെയുള്ള ഹിന്ദു വിരോധികളായ മതേതര ഹിന്ദുക്കൾക്ക് ഒരു ക്ലിയർ മെസ്സേജ് കൊടുക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. കാരണം ഇത് ഇത്രയെല്ലാം സാറ് അറിവ് പറഞ്ഞ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ടും ഇനി അവര് നാളെ പിന്നെ സാർ നമുക്കറിയാമല്ലോ, പാലസ്തീൻ മറ്റേ ഗാസ അറ്റാക്ക് നടന്നപ്പം നമ്മുടെ കേരളത്തിൽ പ്രദർശനം നടന്നതാ, ഇസ്രായേൽ സ്റ്റോപ്പ് കില്ലിംഗ് എന്ന് പറഞ്ഞ്. അറിയാമല്ലോ ഒരു കൂട്ടം ആളുകള്. ഏറ്റവും കഷ്ടം എന്താണെന്നറിയാമോ? ആ പാലസ്തീനിൽ കിടക്കുന്ന അവർക്കൊന്നും അവിടെ നിന്ന് ഒരു പട്ടിക്ക് പോലും അറിയില്ല കേരളത്തിലെ ഇവിടെ അവർക്ക് വേണ്ടിയിട്ട് ആരൊക്കെ നടക്കുന്നത്. അവിടെ നിന്ന് ഒരു മനുഷ്യര് മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല ഇവരെയൊന്നും. ശരി, സൂപ്പർ. ഓക്കെ സർ, വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ്. ഇതുപോലെ കൂടുതൽ കാര്യങ്ങൾ ഇനി അതുപോലെ പല സെഷൻസും നമുക്ക് ചെയ്യാനുണ്ട്. ആർഷവിദ്യാസമാജത്തിന്റെ പേരിൽ നിന്നും ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളുടെ പേരിൽ നിന്നും, അതായത് പ്ലസ് ഞങ്ങളുടെ ആചാര്യന്റെ സൈഡിൽ നിന്ന് ഞാൻ സാറിന് പ്രണാമം നൽകുന്നു. വളരെയധികം നന്ദി ഞങ്ങളുടെ ഇതിൽ ഇന്നത്തെ സെഷനിൽ പങ്കെടുത്തതിന്. സന്തോഷം. ഓക്കെ ശരി. ഇപ്പം ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ആഴ്ചയിൽ പുതിയൊരു അതിഥിയായി ഞങ്ങൾ ഇതുപോലൊരു പ്രഭാഷണം നടത്താനാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഇതുപോലെ കൂടെ വേണമെന്ന് ഞങ്ങൾ എല്ലാവരും വിനീതമായ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ സെഷന് എനിക്ക് അവസരം ഒരുക്കി തന്ന ഞങ്ങളുടെ ആർഷവിദ്യാസമാജം സഹപ്രവർത്തകർക്കും, ഒപ്പം എൻ്റെ ഗുരുജി ശ്രീ KR മനോജ് ജി, ആചാര്യ ജി, അതേപോലെ തന്നെ എന്നോടൊപ്പം ഇതിൽ പങ്കാളിയായ സഹപ്രവർത്തകയായ ശ്രീമതി ചിത്രാജി കൃഷ്ണനും ഞാൻ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. നമസ്തേ. you